ഭാഗവതത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സോപദാന്തികം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാനിതാംശ്ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനോ സുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരൂപസ്യ കൃപാ സിന്ധൂപയേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭോ നമോ നമഃ. ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതത്തിന്റെ 1-ാം സ്കന്ധം 6-ാം അധ്യായത്തിന്റെ ശ്ലോകം 36 വരെ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇന്ന് ശ്ലോകം 37 നോക്കാം. സൂത ഉവാച ഏവം സംഭാഷ്യ ഭഗവൻ നാരദോ വാസവീസുതം ആമന്ത്ര്യ വീണാം പ്രണയൻ യയൗ യാദൃശികോ മുനി. അതായത് ശ്രീ സൂത ഗോസ്വാമി അരുളി ചെയ്തു. അപ്രകാരം വ്യാസദേവനെ സംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ ഇച്ഛയാൽ പര്യടനം നടത്താനായി വീണ മീട്ടിക്കൊണ്ട് ശ്രീ നാരദൻ വിടവാങ്ങി. അപ്പോ ഷീജമാതാജി വായിച്ചതുപോലെ ഭാവാർത്ഥത്തിൽ പറയുന്ന കാര്യങ്ങള് ഇവിടെ എന്തെന്ന് വെച്ചാല്, ശ്രീ നാരദ മഹർഷി ഇപ്പോൾ വ്യാസദേവന് എല്ലാ നോളജും പകർന്നു നൽകിയതിന് ശേഷം അവിടെ നിന്ന് വീണ മീട്ടിക്കൊണ്ട് അപ്രത്യക്ഷനായി അല്ലെങ്കിൽ സഞ്ചാരം തുടർന്നു എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ഇവിടെ പറയുന്നത് ഭക്തിയുത സേവനത്തിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ സംവാദം നമ്മൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തെന്നാല്, ഏതൊരു മനുഷ്യനും ഇപ്പോൾ ഒരു ചെറിയ കുട്ടിക്കാണ് നാരദീയ പൊസിഷൻ കിട്ടിയിരിക്കുന്നത്. ശരിക്കും നാരദൻ എന്ന് പറയുന്നത് ഒരു പൊസിഷനാണ്. MD എന്നൊക്കെ പറയുന്ന പോലെ, മാനേജർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പൊസിഷനാണ്. അത് എപ്രകാരം ലഭ്യമാകണം എന്ന് വെച്ചാൽ, നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഭഗവാന് എത്രത്തോളം സറണ്ടർ ആയാലാണ് അത് സാധ്യമാവുക എന്നതാണ് ഇവിടെ തെളിയിച്ചു തന്നിരിക്കുന്നത്. മാത്രമല്ല, ശ്രീ നാരദ മഹർഷി വ്യാസദേവന് ഈ ജ്ഞാനം പകർന്നു നൽകുകയും അത് മാനവരാശിയുടെ നന്മയ്ക്കായിട്ട് ഭാഗവത രൂപേണ പ്രസന്റ് ചെയ്യാനുമുള്ള ഒരു ചാൻസ് ആണ് ഇപ്പോൾ വ്യാസദേവന് കിട്ടിയിരിക്കുന്നത്. അത് എങ്ങനെയാണെന്നുള്ളത് വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം 38. അഹോ ദേവർഷി ധന്യോയം യൽ കീർത്തിം ശാർങ്ങനധ്വന ഗായം ആദ്യനിതം തന്ത്ര്യ രമയത്യാതുരം ജഗത്. അതായത് പരമദിവ്യോത്തമ പുരുഷന്റെ കർമ്മങ്ങളെ മാഹാത്മ്യപ്പെടുത്തുകയാൽ സർവ പ്രശസ്തിയും വിജയവും ശ്രീല നാരദ മുനിക്ക് ഉണ്ടാകട്ടെ. അപ്രകാരം പ്രവർത്തിക്കയാൽ അദ്ദേഹം സ്വയം ആനന്ദം അനുഭവിക്കുകയും വിശ്വപ്രപഞ്ചത്തിലെ സർവ ദുഃഖിത ആത്മാക്കളെയും ഉജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഹരിബോൽ. ഹരേ കൃഷ്ണ. അങ്ങനെ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ ആരാണോ പറയുന്നത് ആ ആളിന് അല്ലെങ്കിൽ ആരാണോ കേൾക്കുന്നത് അവർക്ക് തീർച്ചയായിട്ടും സർവ വിജയവും സർവ ഐശ്വര്യവും ലഭ്യമാകും എന്നതാണ് വാസ്തവം. പക്ഷെ കേൾക്കുന്നതും പറയുന്നതും എത്രത്തോളം ഭഗവാനിൽ മനസ്സ് അർപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ഭഗവാനിൽ വിശ്വാസം ഉറപ്പിച്ചുകൊണ്ടാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഓരോരുത്തർക്കും കിട്ടുന്ന ആ ഐശ്വര്യത്തിന്റെയും സന്തോഷത്തിന്റെയൊക്കെ അളവ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ നാരദ മഹർഷി പരിപൂർണമായിട്ടും ഭഗവാന്റെ സേവനത്തിൽ മുഴുകിക്കൊണ്ട് ഭഗവാനിൽ അടിയുറച്ച വിശ്വാസത്തോടു കൂടി കർമ്മങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രവൃത്തികൾ ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു, എന്തൊക്കെ തന്നെ ആയാലും ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷൻ ചെയ്യുന്നു. എന്തൊക്കെ ചെയ്താലും അതിലെല്ലാം പരിപൂർണ സമർപ്പണം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന് പരിപൂർണ ആനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നു എന്ന് സാരം. അദ്ദേഹത്തിന് യാതൊരു ഐശ്വര്യങ്ങളുടെയും ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ദേവർഷി എന്നാണ്. അതായത് ദേവന്മാരിൽ വച്ച് ഋഷിക്ക് തുല്യൻ എന്നാണ് നാരദ മഹർഷിയുടെ പൊസിഷൻ അല്ലെങ്കിൽ അവസ്ഥ. അപ്പൊ ദേവന്മാർക്ക് ഹൈലി ഓപ്പുലന്റ് ആണ്. പക്ഷെ നമ്മൾ നാരദ മഹർഷിയെ കാണുമ്പോൾ അദ്ദേഹം ഒരൊറ്റ ധോത്തി മാത്രം ഉടുത്തുകൊണ്ട് വീണ മീട്ടിക്കൊണ്ട് നടക്കുന്നു. ഒരു ചെറിയൊരു ഷാള് ഉത്തരീയം മാത്രമാണ് അദ്ദേഹം കഴുത്തിൽ അണിഞ്ഞിരിക്കുന്നത്. അല്ലാതെ യാതൊരു ആഭരണങ്ങളോ ഒന്നും തന്നെ ഇല്ല. സാധാരണ ഒരു മഹർഷിയെ പോലെ വേഷഭൂഷാദികൾ അണിഞ്ഞിരിക്കുന്നു. എന്നാൽ അദ്ദേഹത്തിന് ദേവന്മാരെക്കാളും ഹൈലി ഓപ്പുലന്റ് ഉള്ള അവസ്ഥയിലാണ് അദ്ദേഹത്തിന്റെ
പൊസിഷൻ. അപ്പോൾ ഏത് മെറ്റീരിയൽ ഒപ്പുലൻസിനേക്കാളും എത്രയോ ശ്രേഷ്ഠതരമാണ് മഹർഷി തുല്യനായിട്ടുള്ള ആ ആചാരങ്ങൾ, അല്ലെങ്കിൽ വസ്ത്രധാരണ ആയാലും ജീവിത രീതികളായാലും ത്യാഗമനോഭാവമായാലും ശ്രേഷ്ഠം എന്ന് കാണിച്ചു തരികയാണ് നാരദ മഹർഷിയുടെ ജീവിതത്തിലൂടെ. അപ്പോൾ അത്രയും ശ്രേഷ്ഠമായ ഉന്നതി ഏതൊരു മനുഷ്യനും എപ്രകാരം കരസ്ഥമാക്കണം എന്നതിനെ പറ്റി വിവരിക്കാത്തത് കൊണ്ടാണ് വ്യാസദേവന് സമാധാനം കിട്ടാത്തത്, അല്ലെങ്കിൽ പരിപൂർണ സംതൃപ്തി ലഭിക്കാത്തത് എന്നതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഹരിപോലെ പറഞ്ഞു വരുന്നത് എന്തെന്നാൽ, നമുക്ക് ഈ മെറ്റീരിയൽ വേൾഡിൽ, ഈ ഭൗതിക ലോകത്ത് യാതൊരു സന്തോഷവും അനുഭവിക്കാൻ ഇടയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്വയം ചിന്തിക്കും, അയ്യോ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ടല്ലോ, നമുക്ക് ഇഷ്ടം പോലെ പണം ഉണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല വീടുണ്ടല്ലോ, അല്ലെങ്കിൽ നല്ല കാറുണ്ടല്ലോ, നല്ല ജോലി ഉണ്ടല്ലോ, ഇതൊക്കെ അല്ലേ സന്തോഷം എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ ആ സന്തോഷമെല്ലാം വെറും അമേധ്യമായിട്ടാണ് ഇവിടെ കമ്പയർ ചെയ്ത് പറയുന്നത്. അതായത് ഒരു അമേധ്യത്തിൽ വസിക്കുന്ന പന്നികൾ അവരോട് പോയി ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സുഖമാണോ, ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പന്നികൾ പറയും, ഇല്ല 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 ഇല്ല, എനിക്ക് ഇവിടെ യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾ ഫുൾ ഹാപ്പിയാണ്, നോക്കൂ എനിക്ക് സുന്ദരിയായ ഭാര്യയുണ്ട്, നിറയെ മക്കളുണ്ട്, ഇഷ്ടം പോലെ കഴിക്കാൻ ആഹാരമുണ്ട്, പിന്നെ എന്തിന് നമ്മൾ ദുഃഖിക്കണം, ഇതാണ് ഞങ്ങളുടെ സന്തോഷം എന്ന് ആ പന്നികൾ പറയും. പക്ഷേ ശരിക്കും ആ പന്നികൾ കിടക്കുന്നത് വെറും മ്ലേച്ഛമായ കാലാവസ്ഥയിലാണ്, അല്ലെങ്കിൽ സിറ്റുവേഷനിലാണ് എന്നുള്ളത് നമുക്ക് കാണുന്നവർക്ക്, പുറമേ നിന്ന് കാണുന്നവർക്കേ മനസ്സിലാവുന്നുള്ളൂ. ആ മ്ലേച്ഛതയിൽ മുഴുകി ജീവിക്കുന്ന ആ പന്നികൾക്ക് അത് തിരിച്ചറിയാനുള്ള ബുദ്ധി പോലും ഇല്ല. എന്നാൽ മനുഷ്യർക്ക് ബുദ്ധിയും വിവേകവും ഉണ്ട്. അപ്പൊ നമ്മുടെ ചുറ്റിനും നടക്കുന്നത് എന്താണെന്ന് തിരിച്ചറിയാനുള്ള ഒരു ബുദ്ധി മനുഷ്യന് തന്നിട്ടുണ്ട്. അപ്പോ ഭാഗവതത്തിലും നമ്മുടെ വിശിഷ്ട ഗ്രന്ഥങ്ങളിലും ഒക്കെ പറയുന്നു, ഈ ഭൗതിക ലോകം ദുഃഖാലയം അശാശ്വതമാണെന്ന്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരിക്കലും 3 മിസറീസിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. 3 മിസറീസുകൾ എന്ന് പറഞ്ഞാൽ ത്രിവിധ ക്ലേശങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ആദി ഭൗതികം, ആധ്യാത്മികം, ആദി ദൈവികം എന്നാണ്. ഈ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും ഒരു ജീവാത്മാക്കൾക്കും രക്ഷപ്പെടാനേ സാധിക്കില്ല. ക്ലേശങ്ങൾ എന്നാൽ ദുഃഖങ്ങൾ എന്നർത്ഥം. അപ്പോൾ 3 വിധത്തിലുള്ള ദുഃഖങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന് ആധ്യാത്മിക ദുഃഖം. ആദ്യത്തെ ദുഃഖമാണ് ആധ്യാത്മിക. ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ അവനവൻ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം. അതായത് പാപപ്രവൃത്തി ആയാലും പുണ്യപ്രവൃത്തി ആയാലും അതിന്റെ റിസൾട്ട് അവനവൻ തന്നെ അനുഭവിക്കണം. അത് ക്ലേശങ്ങളും ദുരിതങ്ങളുമായിട്ട് വന്ന് ഭവിക്കുന്നു. അത് നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കില്ല. ആ ക്ലേശങ്ങൾക്ക് പരിഹാരം ഇന്നുവരെ മോഡേൺ സയൻസും കണ്ടുപിടിച്ചിട്ടില്ല. അവനവനാൽ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാൻ അവനവനാൽ ബാധ്യസ്ഥനാണ്. പാപകർമ്മങ്ങൾ ചെയ്താൽ കൊടിയ ദുഃഖങ്ങള്, ദാരിദ്ര്യം, അസുഖങ്ങള് ഒക്കെ വരും. നമ്മൾ ആലോചിച്ചാൽ അറിയാം, ചെറിയ കുട്ടികൾ ജനിച്ച പാടെ തന്നെ അവർക്ക് പലവിധ രോഗങ്ങൾ. എങ്ങനെ ഈ രോഗങ്ങൾ വന്നു പെട്ടു? ശരിക്കും ആ കുഞ്ഞ് പ്രീവിയസ് ജന്മത്തിൽ ആയിരുന്നപ്പോൾ ചെയ്തു കൂട്ടിയ കർമ്മത്തിന്റെ ഫലമാണ് ഈ ജന്മത്തിൽ ആ കുഞ്ഞിന് ആ ദുരിതാദികളായിട്ട് വന്ന് ഭവിക്കുന്നത്. അപ്പോ അതിന് പരിഹാരം ഒരേ ഒരു വഴി എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനിൽ സറണ്ടർ ആവുക എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ പോലും മനസ്സിലാക്കാനുള്ള ബുദ്ധിവിവേകം അല്ലെങ്കിൽ ബുദ്ധിശേഷി ഈ കലിയുഗത്തിൽ ജനങ്ങൾക്ക് ഇല്ല. പിന്നെ ഒരല്പം സുഹൃതി ഉള്ളവർക്ക് മാത്രമാണ് ആ ബുദ്ധിവിശേഷം കിട്ടുന്നതും ഇതൊക്കെ കേട്ടാൽ ഒന്നും മനസ്സിലാക്കാനും സാധിക്കുന്നത്. അതനുസരിച്ച് നമുക്ക് ഭഗവാനിൽ അടിയുറച്ച വിശ്വാസം വരികയും നമ്മുടെ കർമ്മങ്ങളെല്ലാം നമുക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ മാത്രമേ, ആ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെട്ടെങ്കിൽ മാത്രമേ ഈ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ത്രിവിധ ക്ലേശങ്ങളിലെ ഒന്നാമത്തെ ക്ലേശം എന്താണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ ക്ലേശം ആദി ഭൗതികമാണ്. ആദി ഭൗതികം എന്ന് പറഞ്ഞാൽ അന്യജീവികളാൽ നമുക്ക് വന്നു ഭവിക്കുന്ന ക്ലേശങ്ങൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കൊറോണ വൈറസ് എന്ന് പറയുന്നത് കണ്ണിന് പോലും കാണാൻ പറ്റാത്ത ഒരു ചെറിയ ജീവി. ആ സൂക്ഷ്മ ജീവി കാരണം മനുഷ്യരെല്ലാവരും മൂടിക്കെട്ടി, കണ്ണും വായും മൂടിക്കെട്ടി വീടിനകത്ത് അടച്ചു പൂട്ടി ഇരിക്കേണ്ടി വന്നു. 1-2 ദിവസമല്ല, മാസങ്ങളോളം, ഏകദേശം 2-3 വർഷത്തോളം മനുഷ്യർക്ക് അങ്ങനെ പൊതുജന മധ്യത്തിൽ ഇറങ്ങാൻ പറ്റാതെ ആയിപ്പോയി. അപ്പോൾ ഒരു സൂക്ഷ്മജീവി കാരണം ഇത്രയും ക്ലേശങ്ങൾ മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വന്നുവെങ്കിൽ മറ്റുള്ള ജീവജാലങ്ങളിൽ നിന്ന് വരുന്ന ക്ലേശങ്ങളെ നമുക്ക് എങ്ങനെയാണ് തടുക്കാനാവുക, അല്ലെങ്കിൽ എങ്ങനെയാണ് അനുഭവേദ്യം അല്ലാതാവുക? അതെല്ലാം നമ്മൾ സഹിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് സാരം. അതിനൊക്കെ ഒരേ ഒരു കാരണം, നമ്മൾ ഈ ഭൗതിക ലോകത്ത് അകപ്പെട്ടതാണ്. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ക്ലേശം എന്ന് പറയുന്നത് ആദി ദൈവികം. ആദി ദൈവികം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നു,
ദേവീ ദേവന്മാർക്ക് പ്രീതിപ്പെടുത്താൻ തക്ക യജ്ഞങ്ങളോ ഹോമങ്ങളോ ഒന്നും ചെയ്യുന്നില്ല. കലിയുഗത്തിലെ ആൾക്കാർ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുമ്പോൾ ദേവീ ദേവന്മാരും പ്രകൃതി പോലും നമ്മളോട് കോപിക്കുന്നു. അങ്ങനെയാണ് സുനാമി, ഉരുൾപൊട്ടൽ, കൊടിയ വരൾച്ച, അതിവൃഷ്ടി, അല്ലെങ്കിൽ പല വിധത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ആദി ദൈവികമായിട്ടുള്ള കാരണത്താലാണ്. അങ്ങനെ നാച്ചുറൽ കലാമിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള യാതൊരു പഴുതും ഈ മോഡേൺ സയൻസ് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഈ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മനുഷ്യരെ കൊണ്ട് സാധിക്കില്ല, മറ്റു ജീവജാലങ്ങൾക്കാകില്ല. അപ്പോൾ ഒരേ ഒരു പോംവഴി എന്ന് പറയുന്നത് ഭഗവാനിൽ അഭയം തേടുക എന്നത് മാത്രമാണ്. അപ്പോൾ ഭഗവാനിൽ അഭയം തേടുമ്പോൾ ഈ ഭൗതിക ക്ലേശങ്ങളിൽ നിന്നും നമ്മൾ വിടുതൽ നേടും എന്ന് പറയുന്നു. മാത്രമല്ല, ഭഗവാന്റെ നാമം ജപിച്ച് വരുമ്പോൾ നമ്മളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഴിഞ്ഞ ജന്മങ്ങളിലെ പാപകറകളെല്ലാം കഴുകി മാറ്റപ്പെടും. അതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു പറയുന്നത് ചേതോ ദർപ്പണ മാർജനം എന്ന്. കണ്ണാടിയിൽ എപ്രകാരമാണോ പൊടിപടലങ്ങൾ അടിഞ്ഞുകൂടി ഇരിക്കുമ്പോൾ നമ്മുടെ മുഖം തെളിഞ്ഞ് കാണാത്തത്, അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഈ പാപക്കറകളെല്ലാം അടിഞ്ഞുകൂടിയിരിക്കുന്നു. അത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ ആ പാപക്കറകൾ ക്രമേണ ആ ദർപ്പണത്തിലെ പൊടിപടലങ്ങൾ കഴുകി മാറ്റുന്നത് പോലെ ഒഴിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മുഖം തെളിഞ്ഞു കാണുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാന്റെ ആ കൃപ, ആ സ്നേഹം എല്ലാം തെളിഞ്ഞു കാണാൻ സാധിക്കും. അപ്രകാരം ഭഗവാന്റെ കൃപയ്ക്ക് വിധേയരായെങ്കിൽ മാത്രമേ നമുക്ക് ഈ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന സത്യമാണ് നാരദ മഹർഷി വ്യാസദേവന് ഉപദേശിച്ചത്. ഈ കാര്യങ്ങൾ നീ പൊതുജനങ്ങൾക്കായിട്ട് പ്രസന്റ് ചെയ്യണം എന്നാണ് ഉപദേശിച്ചത്. ഹരിബോൽ ഹരേ കൃഷ്ണ. അങ്ങനെ 6-ാം അധ്യായം സമാപ്തമായിരിക്കുന്നു. നമുക്കിനി 7-ാം അധ്യായത്തിലേക്ക് കടക്കാം. ദ്രോണപുത്രൻ ശിക്ഷിക്കപ്പെടുന്നു. ഇത് പ്രത്യേകം മറ്റൊരു ടോപ്പിക്കാണ്. ഈ സബ്ജക്റ്റായിട്ട് ടോപ്പിക്കാണ് ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ആരാണ് ദ്രോണപുത്രൻ? എല്ലാവർക്കും അറിയാം, അശ്വത്ഥമാവാണ് ദ്രോണപുത്രൻ. ഇനി നമ്മൾ കുറച്ച് പിറകിലോട്ട് പോകണം എന്ന് വെച്ചാൽ നമ്മൾ മഹാഭാരത കഥകളിലേക്ക് പോകണം. ശരിക്കും ഭാഗവതം എന്ന് പറയുന്നത് എല്ലാ വേദങ്ങളുടെയും എല്ലാ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ എല്ലാത്തിൻ്റെയും നെക്ചർ എടുത്ത് ഉണ്ടാക്കിയ വേദാന്ത സൂത്രം. ആ വേദാന്ത സൂത്രത്തിൻ്റെ കമൻട്രി ആയിട്ടാണ് ശ്രീമദ് ഭാഗവതം രചിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ എല്ലാത്തിൻ്റെയും ഒരു ചെറിയ സാരാംശം ഭാഗവതത്തിലൂടെ കടന്നു പോകാം. ആ കടന്നു പോകുന്ന സാരാംശം ഇപ്പോൾ ദ്രോണപുത്രന്റെ കാര്യം പറയുന്നത് മഹാഭാരത സ്റ്റോറികൾക്കിടയിലാണ്. ആ സ്റ്റോറി അറിയാവുന്നവർക്ക് ദ്രോണപുത്രൻ ആരാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. അത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് ഞാനൊന്ന് പറയാം. അതായത് ദ്രോണപുത്രൻ എന്ന് ഉദ്ദേശിക്കുന്നത് ദ്രൗണി എന്ന് പേരുള്ള അശ്വത്ഥമാവാണ്. അശ്വത്ഥമാവ് ആരാണെന്ന് ചോദിച്ചാൽ, അശ്വത്ഥമാവ് ആയിരുന്നു പരീക്ഷിത് മഹാരാജാവ് ഉത്തരയുടെ ഗർഭത്തിലായിരുന്ന സമയത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് പരീക്ഷിത് മഹാരാജാവിനെ വധിക്കാൻ ശ്രമിക്കുകയും ആ ഉദ്യമത്തിൽ നിന്ന് പരീക്ഷിത് മഹാരാജാവിനെ ഭഗവാൻ പരിപൂർണനായി സംരക്ഷിക്കുകയും പരീക്ഷിത് മഹാരാജാവ് എന്ന ശിശുവായിട്ട് ജനിക്കാൻ അവസരം നൽകിയതും ഭഗവാന്റെ കൃപയാലാണ്. ആ ഉത്തരയുടെ ഗർഭത്തിലേക്ക് ഭഗവാൻ പരമാത്മ രൂപേണ ചതുർഭുജനായിട്ട് പ്രവേശിക്കുകയും ആ പ്രവേശിച്ച ചതുർഭുജ രൂപനായിട്ടുള്ള ഭഗവാനെ ആ ശിശു നിറയെ കാണുകയും പ്രാർത്ഥിക്കുകയും കൂപ്പുകൈകളോട് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോഴാണ് ആ കുട്ടിക്ക് ഭഗവാന്റെ ദർശനം ലഭിച്ചത്. അങ്ങനെ ആ കുട്ടി പുറത്തു വന്നതിന് ശേഷവും എല്ലാ രൂപങ്ങളിലും അവൻ ശ്രദ്ധിക്കുകയാണ്. ഞാൻ ആ ഗർഭത്തിലായിരുന്നപ്പോൾ നേരത്തെ കണ്ട ആ ചതുർഭുജ രൂപം എവിടെ എന്ന് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹർഷീശ്വരന്മാര് ഈ പരീക്ഷിത് മഹാരാജാവിന് പരീക്ഷിത്ത് എന്ന നാമധേയം നൽകിയത്. എല്ലാവരെയും പരീക്ഷിക്കുന്ന പോലെ നോക്കുന്നത് കൊണ്ട് പരീക്ഷിത്ത് എന്ന നാമധേയം നൽകി. അങ്ങനെ ആ ഭഗവാന്റെ കൃപ കൊണ്ട് ജന്മം ലഭിച്ച പരീക്ഷിത് മഹാരാജാവിന് ഇപ്പോൾ മരണശേഷവും ഭഗവാന്റെ ധാമത്തിൽ എത്താനുള്ള കൃപ കിട്ടുന്നതിനാണ് ആ വെറും ഒരു 5 വയസ്സുള്ള ബ്രാഹ്മണൻ ബാലൻ ശൃംഗി എന്ന നാമധേയത്തിലുള്ള ബ്രാഹ്മണൻ പരീക്ഷിത് മഹാരാജാവിനെ ശപിക്കാൻ ഇടയായത്. ശരിക്കും അത് ഭഗവാനാൽ അറേഞ്ച് ചെയ്യപ്പെട്ട ഒരു കാര്യമായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഈ ചക്രവർത്തി പരീക്ഷിത് മഹാരാജാവ് വളരെ വളരെ ദയാലുവും യാതൊരു അനീതി പ്രവർത്തിക്കാത്തവനും ധർമ്മശീലനും യുധിഷ്ഠിര മഹാരാജാവിനെ പോലെ ശ്രേഷ്ഠനുമായിരുന്നു. അങ്ങനെയുള്ള പരീക്ഷിത് മഹാരാജാവ് ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ചത്ത പാമ്പിനെ ഒരു മഹർഷിയുടെ കഴുത്തിൽ ഇടാൻ എങ്ങനെ സാധ്യമായി എന്നതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. ശരിക്കും അതിൻ്റെ ഉത്തരം പറയുകയാണെങ്കിൽ
സാക്ഷാൽ ഭഗവാൻ തന്നെ ഒരു അറേഞ്ച് ചെയ്ത ഒരു മായയായിട്ട് വേണം നമ്മളത് കണക്കാക്കാൻ. എന്തിനെന്ന് ചോദിച്ചാൽ, മരണാനന്തരം പരീക്ഷിത് മഹാരാജാവിന് ഒരു ഗുരുവിനെ ലഭ്യമാകണം. ഗുരുവിലൂടെ ആ പരീക്ഷിത് മഹാരാജാവിന് അതീന്ദ്രധാമം പോകാനും സാധിക്കണം. അതിനു വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കാൻ വേണ്ടി മാത്രമായിരുന്നു അങ്ങനെ ഒരു ലീല അവിടെ നടന്നത്. അപ്രകാരം ആ ശൃംഗി എന്ന ബാലൻ ശപിക്കുകയും പരീക്ഷിത് മഹാരാജാവ് രാജകൊട്ടാരം ഉപേക്ഷിച്ച്, രാജകീയ പദവി ഉപേക്ഷിച്ച്, എല്ലാം ത്യജിച്ച് കാഷായ വസ്ത്രം അണിഞ്ഞുകൊണ്ട് ഒരു പർണശാലയിൽ ഉപവിഷ്ടനായി ഇരിക്കുകയും അവിടെ അസംഖ്യം മഹർഷിമാരുടെ കൂടെ ജലപാനമില്ലാതെ ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തു. മരണത്തെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു. ആ സമയത്താണ് ശുകദേവ ഗോസ്വാമി അതുവഴി വരികയും അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിച്ച് ഉപവിഷ്ടനാക്കുകയും അദ്ദേഹത്തിനോട് ചോദിക്കുകയും ചെയ്യുന്നത്, ഏറ്റവും മരണാസന്നനായിരിക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദ്യം ഉന്നയിക്കുകയും അതേ തുടർന്നാണ് ശ്രീമദ് ഭാഗവതം ഭഗവാനെ പറ്റിയുള്ള ഗ്ലോറിഫിക്കേഷൻ മൊത്തവും നമുക്ക് പകർന്നു നൽകാൻ ഇടയായതും. അങ്ങനെ ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷയേകണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുക എന്നത്. അപ്പൊ ഈ ദ്രോണപുത്രൻ എന്ന് പറയുന്ന അശ്വത്ഥമാവിന്റെ ബ്രഹ്മാസ്ത്ര പ്രയോഗത്തിലൂടെ ശിക്ഷിക്കപ്പെട്ട പരീക്ഷിത് മഹാരാജാവിനെ ഭഗവാനാൽ രക്ഷിക്കപ്പെടുകയും അതേ ദ്രോണപുത്രൻ തന്നെയാണ് മറ്റു പാണ്ഡവരുടെ മറ്റു കുട്ടികളെ ഇല്ലാതാക്കുകയും ചെയ്തത്. അത് രാത്രിയിൽ ഉറങ്ങിക്കിടന്ന ആ പുത്രന്മാരെയാണ് അശ്വത്ഥമാവ് വധിച്ചത്. അത് ശരിക്കും അധർമ്മമാണ്. അങ്ങനെ എല്ലാ കൊച്ചുമക്കളെയും വധിച്ചതിനാൽ അർജുനൻ ഉൾപ്പെടെയുള്ളവർ അശ്വത്ഥമാവിനെ ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഭഗവാനും കുന്തിദേവിയും പറയാണ്, കുന്തിദേവിയല്ല, നമ്മുടെ ദ്രൗപദി പാഞ്ചാലി പറയാണ്, വേണ്ട, അവനെ വധിക്കാൻ ഇടയാക്കണ്ട, പകരം അവനെ ശിക്ഷിക്കുകയാണ് വേണ്ടത്. ശിക്ഷ കൊടുത്ത് അവനെ പറഞ്ഞയക്കൂ, വിട്ടയക്കൂ. കാരണം പുത്രന്മാർ മരിക്കുന്ന ദുഃഖം ഒരമ്മയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാകയാൽ ഈ അശ്വത്ഥമാവ് മരിച്ചാൽ അദ്ദേഹത്തിന്റെ അമ്മ എത്രത്തോളം വിഷമിക്കുമെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് അദ്ദേഹത്തിനെ വധിക്കരുതേ എന്ന് അപേക്ഷിക്കുന്നു. ആ അപേക്ഷ മാനിച്ചിട്ടാണ് അർജുനൻ ആ അശ്വത്ഥമാവിനെ തൻ്റെ ശിഖ, അതായത് അശ്വത്ഥമാവിന്റെ തലയിലുള്ള ആ കുടുമി ശിഖയെ കട്ട് ചെയ്ത് വിടുന്നത്. ഒരു ബ്രാഹ്മണനെ സംബന്ധിച്ച് ശിഖ കട്ട് ചെയ്യുക, മുറിക്കുക എന്ന് പറയുന്നത് വധിക്കുന്നതിന് തുല്യം എന്നർത്ഥം. അങ്ങനെ പകുതി വധിച്ച പോലെയാണ് ആ അശ്വത്ഥമാവിനെ വിട്ടയച്ചത്. അപ്രകാരം അദ്ദേഹം ഇന്നും ചിരഞ്ജീവിയായിട്ട് ജീവിച്ചിരിക്കുന്നു എന്ന് സാരം. മാത്രമല്ല, ഈ ചിരഞ്ജീവിയായി ഇരിക്കുന്ന അശ്വത്ഥമാവിന് അടുത്ത കൽപ്പത്തിൽ, അതായത് ഈ ബ്രഹ്മാണ്ടത്തിനൊടുവിൽ അടുത്ത ബ്രഹ്മാണ്ടത്തിന്റെ സൃഷ്ടികർമ്മം നടക്കുന്ന സമയത്ത് അന്നേരം വ്യാസദേവന്റെ പൊസിഷൻ ലഭിക്കും എന്നുള്ളൊരു ബ്ലെസ്സിങ്ങും ഈ അശ്വത്ഥമാവിനുണ്ട്. അപ്പം നെക്സ്റ്റ് വ്യാസദേവനായി വരുന്നത് ഈ അശ്വത്ഥമാവ് ആണ് എന്ന് സാരം. അപ്പോ ശ്ലോകത്തിലേക്ക് നമുക്ക് കടക്കാം. ശ്ലോകം 1. ശൗനക ഉവാച നിർഗതേ നാരദേ സൂത ഭഗവാൻ ബാദരായണ ശ്രുതവാംസ്തദഭിപ്രേതം തദ കിം കരോതി ഭൂ. അതായത് ശൗനക ഋഷിയെ അരുളി ചെയ്തു, അല്ലയോ സൂത ഗോസ്വാമി, ശ്രേഷ്ഠനും അതീന്ദ്രനുമായി പ്രബലനുമായ വ്യാസദേവൻ ശ്രീ നാരദ മുനിയിൽ നിന്നും സർവ്വതും ശ്രവിച്ചുവല്ലോ. പിന്നീട് നാരദൻ വിടവാങ്ങിയ ശേഷം വ്യാസദേവൻ എന്തു ചെയ്തു? അപ്പൊ ഇവിടെ ചോദിക്കാണ്, ശൗനക മഹർഷിമാര് സൂതഗോസ്വാമിയോട് ചോദിക്കാണ്. നൈമശരണ്യയിൽ ഒത്തുകൂടിയ ശൗനകാദികൾ ആണ് സൂതഗോസ്വാമിയോട് ചോദിക്കുന്നത്. ഇങ്ങനെ നാരദ മഹർഷിയിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിച്ച ശേഷം വ്യാസദേവൻ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. ഭാവാർത്ഥം ആര് പറോജി? ഹരിബോല ഹരേ കൃഷ്ണ. ഇവിടെ പറയുന്നത് എന്തെന്നാൽ, തീർച്ചയായിട്ടും വ്യാസദേവന്റെ ഉദ്യമം എത്രത്തോളം നമുക്ക് യൂസ്ഫുൾ ആവണം എന്നതിന് നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരാണ് ശൗനകാദികൾ ചോദിച്ച ഉത്തരവായിട്ട് സൂതഗോസ്വാമി. ഇപ്പൊ നൈമശരണയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും പരീക്ഷിത് മഹാരാജാവിന്റെ മരണത്തിന് കാരണക്കാരനായതും അതുപോലെ പരീക്ഷിത് മഹാരാജാവിനെ ഭഗവാൻ എപ്രകാരം പ്രൊട്ടക്റ്റ് ചെയ്തു, അല്ലെങ്കിൽ എത്രത്തോളം ഭക്തിയുത സേവനത്തിൽ ആ പരീക്ഷിത് മഹാരാജാവിന് ഏർപ്പെടാൻ സാധിച്ചിരുന്നു എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർട്ടിങ് മുതൽ പറഞ്ഞു തരുന്നത്. അപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ഉത്തരയുടെ ഗർഭത്തിൽ ഇരുന്നപ്പോൾ ഈ ദ്രോണപുത്രൻ അശ്വത്ഥമാവ് വധിക്കാൻ ഉദ്യമിച്ചതും അതിൽ നിന്ന് ഭഗവാൻ സംരക്ഷിക്കപ്പെട്ടതും ഇപ്പോൾ പരീക്ഷിത് മഹാരാജാവിന്റെ മരണസമയത്ത് വീണ്ടും ഭഗവാനാൽ ഒരു ശുഖബ്രഹ്മന്റെ നിയോഗത്താൽ ആ ഭാഗവതം മൊത്തം ശ്രവിക്കാൻ, അതായത് ഭാഗവത ശ്രവണത്തിലൂടെ
ആത്മാവ് പുറത്തു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭഗവദ്ധാമത്തിൽ എത്തിച്ചേരും എന്നതാണ് വാസ്തവം. അതിനൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ടാക്കി എന്നും കൂടെയാണ് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം എത്രത്തോളം ത്യാഗ മനോഭാവം സ്വീകരിച്ചു എന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം. പരീക്ഷിത് മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചക്രവർത്തിയാണ്, രാജകീയ പദവിയുള്ള ആളാണ്. ആ പൊസിഷനിൽ നിന്ന് വെറും പരിത്യാഗത്തിന്റെ ആ ഒരു മൂർധന്യതയിൽ ഇരിക്കാൻ ഒരു മാനസികാവസ്ഥ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ ഈ ഭക്തിയുത സേവനം പരിശീലിക്കേണ്ടിയിരിക്കുന്നു എന്ന് സാരം. എങ്കിൽ മാത്രമേ നമുക്കും ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ എല്ലാം ഉപേക്ഷിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഭൗതികമായിട്ട് ടൂ മച്ച് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ മരണസമയത്ത് ഈ അറ്റാച്ച്മെന്റ് കാരണം ഒരു കാരണവശാലും നമുക്ക് മരിക്കാനോ അല്ലെങ്കിൽ ഈ ദേഹം വിട്ട് പുറത്തു പോകാനേ സാധിക്കില്ല. അത്രയും സ്ട്രഗിൾ അനുഭവിക്കും, മരണവേദന അനുഭവിക്കും. അതില്ലാതാവണമെങ്കിൽ നമ്മൾ കുറേശ്ശെ പരിത്യാഗത്തിന്റെ പാത മനസ്സിലാക്കണം, പഠിക്കണം, അതനുസരിച്ച് ജീവിക്കണം എന്നാണ് സൂചിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പരിത്യാഗത്തിന്റെ യാതൊരു പ്രാക്ടീസും നമ്മുടെ ലൈഫിൽ കിട്ടുന്നില്ല. നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ പാരൻസിനോ നമുക്കോ തന്നെ ലഭ്യമാകുന്നില്ല. എപ്പോഴെപ്പോഴും നമ്മുടെ മോഡേൺ വിദ്യാഭ്യാസം നമുക്ക് തരുന്നത് എന്താണ്? എത്രത്തോളം പണം ഉണ്ടാക്കാൻ പറ്റും, എത്രത്തോളം ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റും. എല്ലാവരും ഗുരുവിന്റെ സ്ഥാനത്തുള്ളവരൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന അതിനെയാണ്. നല്ലോണം പഠിക്കൂ, നല്ല പൊസിഷനിലെത്തൂ, നല്ല ജോലി നേടൂ, നല്ലോണം പണം സമ്പാദിക്കൂ, നന്നായിട്ട് ജീവിക്കൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊക്കെ ഈ ഭൗതികമായിട്ടുള്ള കൂടുതൽ അറ്റാച്ച്മെന്റിലേക്കാണ് നയിക്കുന്നത്. ഇത് നമ്മുടെ ഋഷീശ്വരന്മാർക്ക് മാത്രമേ അത് ബോധ്യമുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഭാരതീയ സംസ്കാരത്തിലെ മഹർഷിമാര് എപ്രകാരമാണ് ജീവിച്ചിരിക്കുന്നതെന്ന്. ഇപ്പോഴും ഹിമാലയ സാനുക്കളിൽ ചെന്നാൽ മഹർഷിമാരെ കാണാം. ജടയും മുടിയൊക്കെ നീട്ടി വളർത്തി നാമമാത്രമായ വസ്ത്രധാരണത്തിൽ എല്ലും തോലും അണിഞ്ഞ പോലത്തെയാണ് ശരീരഘടന. ഓരോ വാരിയെല്ലും തെളിഞ്ഞു കാണും. അത്രത്തോളം മെലിഞ്ഞ് ശോഷിച്ചിട്ട് ഇരിക്കുന്ന മഹർഷിമാരാണ്. പക്ഷെ അവര് ആത്മീയ ആനന്ദം എത്രത്തോളം അനുഭവിക്കുന്നുണ്ടെന്ന് നമുക്കാർക്കും കണ്ടാൽ മനസ്സിലാവില്ല. ശരിക്കും ഓരോ മനുഷ്യനും ആനന്ദം അനുഭവിക്കണമെങ്കിൽ പരിത്യാഗത്തിന്റെ ജീവിതക്രമം ചിട്ടപ്പെടുത്തിയേ പറ്റൂ, പരിശീലിച്ചേ പറ്റൂ. അതിനു വേണ്ടിയിട്ടാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ഏകാദശി വ്രതം നോക്കണം എന്ന് പറയുന്നത്. മാസത്തിൽ 2 ദിവസമേ ഏകാദശി വരുന്നുള്ളൂ എങ്കിൽ പോലും മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഈ പരിത്യാഗത്തിന്റെ ആ ശീലങ്ങൾ നമ്മൾ പരിശീലിച്ച് വരുമ്പോൾ ക്രമേണ നമുക്ക് എല്ലാം ത്യജിക്കാനുള്ളൊരു മെന്റാലിറ്റി എങ്കിലും ഉണ്ടായി വരും. അതിനൊക്കെയാണ് ആചാര്യന്മാർ എല്ലാ രീതിയിലും നമ്മളെ പരിശീലിപ്പിച്ച് കൊണ്ടുവരുന്നത്. അതേപോലെ ആചാര്യന്മാരുടെ പാതകൾ പിന്തുടർന്നാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ലൈഫും സക്സസ്ഫുൾ ആക്കാൻ സാധിക്കും. എന്നാൽ മെറ്റീരിയലിസ്റ്റുകളുടെ മുന്നിൽ ചിലപ്പോൾ നമ്മൾ അതിസമ്പന്നരല്ലായിരിക്കാം, നമ്മൾ വേഷഭൂഷാദികളൊക്കെ അവരെ പോലെ ആശുഷായി എന്ന് വരില്ല. പക്ഷേ നമ്മൾ അനുഭവിക്കുന്ന ആ മനസ്സമാധാനവും സന്തോഷവും അവർക്ക് തിരിച്ചറിയാനേ സാധിക്കില്ല, ഒരു കാരണവശാലും സാധിക്കില്ല. നമുക്ക് ഓരോ പ്രാവശ്യവും ഭഗവാന്റെ സേവനം ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ആത്മീയ ആനന്ദം വളരെ കുറവാണെങ്കിൽ പോലും നമുക്കത് പെർമനന്റ് ആയിട്ട് നമ്മളിൽ ഉണ്ടാകും. അങ്ങനെ കുറച്ച് പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ ചെറിയ ആത്മീയ ആനന്ദങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് നമ്മളിൽ തന്നെ നിലനിൽക്കും. അതേസമയം ഈ മെറ്റീരിയൽ ആയിട്ടുള്ള സന്തോഷം വെറും നിമിഷ നേരത്തേക്ക് മാത്രമാണ്. കുറച്ചു നേരത്തേക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും ദുഃഖമായി. ശരിക്കും പറഞ്ഞാൽ ദുഃഖമില്ലാത്ത ഒരു ഇടവേള മാത്രമാണ് സന്തോഷം എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് നമുക്ക് വേണ്ടത്? ഒരു പെർമനന്റ് ഹാപ്പിനെസ് ആണ് വേണ്ടതെങ്കിൽ ജീവിതത്തിന്റെ പരിത്യാഗ ക്രമങ്ങളെല്ലാം നമ്മൾ പഠിക്കണം എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ശ്ലോകം 3. തസ്മിൻ സോ ആശ്രമേ വ്യാസോ ബദരീഷണ്ഡമണ്ഡിതേ ആസീനോപ ഉപസൃശ്യ പ്രണിദത്തൗ മനാസ്വയം. അതായത് ബദരി വൃക്ഷങ്ങളാൽ വലയം ചെയ്യപ്പെട്ട ആ സ്ഥലത്തെ സ്വന്തം ആശ്രമത്തിൽ ശ്രീ വ്യാസദേവൻ പവിത്രീകരണാർത്ഥം ജലസ്പർശനത്തിന് ശേഷം ധ്യാനിക്കാനായി ഉപവിഷ്ടനായി. ഭാവാർത്ഥം നോക്കാം. ആര് വായിക്കും ഭാവാർത്ഥം? ഒരു ചെറിയ ഭാവാർത്ഥമേ ഉള്ളൂ, അപ്പം ഞാൻ തന്നെ വായിക്കാം. ധ്യാനോചിതമായ ആ അതീന്ദ്രിയ സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ആത്മീയ ആചാര്യനായ ശ്രീ നാരദന്റെ ഉപദേശപ്രകാരം വ്യാസദേവൻ മനസ്സിനെ ഏകാഗ്രമാക്കി. അപ്പോൾ ഇവിടെ ചോദിച്ചത് സൂതഗോസ്വാമിയോട് നൈമശരണ്യയിലെ ശൗനകാദികൾ ചോദിച്ചതാണ്, നാരദ മഹർഷിയുടെ ഉപദേശം ലഭിച്ചതിന് ശേഷം വ്യാസദേവൻ എന്ത് ചെയ്തു എന്ന്. അപ്പൊ അതിന്റെ ഉത്തരമായിട്ട് ഇവിടെ പറയാണ്, വ്യാസദേവൻ അങ്ങനെ മനസ്സിനെ ഭഗവാനിൽ ഏകാഗ്രമാക്കിക്കൊണ്ട്
അദ്ദേഹം ധ്യാനിച്ചു, അതീന്ദ്രിയമായ സ്ഥലത്ത് നിരതനായി ഇരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്തു എന്ന് നോക്കാം. ശ്ലോകം 4. ഭക്തി യോഗേന മനസി സമ്യക് പ്രണിഹിതേ മലേ അപശ്യൽ പുരുഷം പൂർണ്ണം മായാം ച തദപാശ്രയം. അതായത് ഭൗതികതയുടെ യാതൊരു ഛായയുമില്ലാത്ത ഭക്തിയുത സേവനവുമായി, അതായത് ഭക്തിയോഗവുമായി ധ്യാനത്തെ അന്വയിപ്പിച്ച് പരിപൂർണമായും ധ്യാനനിരതനായി മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഭഗവാന്റെ പരിപൂർണ നിയന്ത്രണത്തിലുള്ള ബഹിരംഗ ശക്തി സമേതം അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനെ ദർശിച്ചു. അങ്ങനെ ഭഗവാനിൽ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വ്യാസദേവന് ഭഗവാന്റെ തന്നെ ദിവ്യ ദർശനം ഉണ്ടായതായിട്ട് ഇവിടെ പറയുന്നു. അത്രത്തോളം ഭക്തിയോഗം ധ്യാനിക്കണം എന്നർത്ഥം. ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ ഡിവോഷണൽ സർവീസ് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നത്. വെറും ഭക്തി എന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. എല്ലാവരും പറയും നമുക്ക് ഭക്തി ഉണ്ടെന്ന്. പക്ഷെ ആ ഭക്തി കൊണ്ട് എന്ത് പ്രയോജനം? എന്നാൽ ഭക്തി സേവനം ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ആ ഭക്തി കൊണ്ട് ഉപയോഗമുള്ളൂ, പ്രയോജനമുള്ളൂ. ഭാവാർത്ഥം നോക്കാം. ഹരേ കൃഷ്ണ വളരെ വലിയ പർപ്പട്ടാണ്. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ശ്രീല പ്രഭുപാദ്. അതുകൊണ്ട് ഈ പർപ്പട്ട് നമുക്കിന്ന് കംപ്ലീറ്റ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവാം. ഓരോ വരിയായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ആദ്യത്തെ സെന്റൻസ് വായിക്കുന്നത്, ഭക്തിയുത സേവനത്തെ സംയുക്തമാക്കിയിട്ടുള്ള സേവന പ്രവർത്തനത്താൽ മാത്രമേ പരമദിവ്യോത്തമ പുരുഷനെ പരിപൂർണമായും ദർശിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതാണ് ഇത് ഭഗവത്ഗീതയിലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് ഭഗവത്ഗീതയിൽ പറയുന്നു, ഭാഗവതത്തിൽ പറയുന്നു, ഭഗവാന് ഭക്തിയുത സേവനം സമർപ്പിച്ചാൽ മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കൂന്ന്. അതായത് യോഗികൾ, അഷ്ടാംഗ യോഗ ചെയ്യുന്ന യോഗികളും ജ്ഞാനകണ്ടോ താണ്ടുന്ന ജ്ഞാനികളും എത്ര കഠിന തപസ്സിരുന്നാൽ പോലും അവരുടെ ഒന്നും മുന്നിൽ ഭഗവാനെ കാണാനോ പ്രത്യക്ഷനാക്കാനോ സാധിക്കില്ല. എന്നാൽ ഒരു നിസാരക്കാരനായ ഒരു ഭക്തന് ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുന്നതിലൂടെ നിരന്തരം ഭഗവാനെ ദർശിക്കുവാൻ സാധിക്കുന്നു. അത് പറഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ ഒരു ഫോട്ടോ വെച്ചിട്ടാണെങ്കിൽ പോലും, ഡേറ്റീസ് വെച്ചിട്ടാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ വെറും ഫോട്ടോയിലൂടെ ആണെങ്കിൽ പോലും ഭഗവാന് ഭക്തിയുത സേവനം ചെയ്യുന്നത് നിവേദ്യം സമർപ്പിക്കുകയും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഭഗവാനെ ആയിട്ട് സംസാരത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഭഗവാൻ റെസിപ്രോക്കേറ്റ് ചെയ്യും. അത് എപ്രകാരം എന്ന് ചോദിച്ചാൽ അവനവന് മാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്ന രീതിയിലായിരിക്കും. ഓരോരുത്തർക്കും പല വിധത്തിലുള്ള അനുഭവങ്ങളാണ് ഭഗവാൻ കൊടുക്കുക. ഒരുപാട് ഉദാഹരണങ്ങൾ ഇന്നിപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ പോലും ഗുരുവായൂരപ്പൻ പ്രത്യക്ഷത്തിൽ അനുഭവവിദ്യത്തിൽ വന്നതായിട്ട് പലരും പറയുന്നുണ്ട്. നമ്മൾ ബാക്കിയുള്ളവരെല്ലാം അത് പുച്ഛിച്ച് തള്ളും. പക്ഷെ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കുന്ന ആ ആത്മീയ ആനന്ദം ആർക്കും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇങ്ങനെ നമ്മുടെ വീട്ടിൽ പോലും ഭഗവാൻ നിരന്തരം നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ഭഗവാൻ നമ്മളോട് ചേർന്ന് നിൽക്കുകയും ഒക്കെ തൊട്ടടുത്ത് തന്നെ സാമീപ്യത്തിൽ ഉണ്ടാകുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അത്രത്തോളം ഭഗവാനിൽ വിശ്വാസവും ഭഗവാനോട് സ്നേഹവും ആത്മാർപ്പണവും ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അല്ലാതെ അഷ്ടാംഗ യോഗ എല്ലാം പ്രാക്ടീസ് ചെയ്ത് അത്രയും കഠിനമായിട്ടുള്ള വ്രതങ്ങളെടുത്ത് അങ്ങനെയൊക്കെ വരണം എൻ്റെ അടുത്തെന്ന് ഭഗവാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ആരാണോ നിഷ്കാമ കർമ്മം ചെയ്യുന്നത് അവരോടാണ് ഭഗവാന് കൂടുതൽ പ്രീതി. നിഷ്കാമ കർമ്മം എന്ന് പറഞ്ഞാൽ ഒന്നും ആഗ്രഹിക്കാതെ വെറും പ്യുവറായിട്ടുള്ള ലവ്, അത് ഭഗവാന് കൊടുക്കാമെങ്കിൽ ഭഗവാൻ തീർച്ചയായിട്ടും നമ്മളോടൊപ്പം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. ശ്രീ വ്യാസദേവൻ പുരാണങ്ങൾ ഇതിഹാസങ്ങളെല്ലാം എഴുതിയെങ്കിലും വേദങ്ങളെല്ലാം എഴുതിയെങ്കിലും സാക്ഷാൽ ഭഗവാനെ എപ്രകാരം ഭക്തിയുത സേവനത്തിൽ വർഷിപ്പ് ചെയ്യണം എന്നതിനെ പറ്റി പറഞ്ഞില്ലായിരുന്നു. അതുകൊണ്ടാണ് വ്യാസദേവന് മനസ്സന്തോഷം തോന്നാത്തത്. അതാണ് നാരദ മഹർഷി ഇപ്പോൾ ഉപദേശിച്ചു കൊടുത്തത്. അതുകൊണ്ട് പറയാണ്, ഭക്തിയുത സേവന പ്രവർത്തനത്താൽ മാത്രമേ ഒരാൾക്ക് പരമദിവ്യോത്തമ പുരുഷനെ പരിപൂർണമായും സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. അത്തരം പരിപൂർണ ജ്ഞാനത്താൽ ഒരാൾ ഭഗവത് ധാമത്തിൽ പ്രവേശിക്കുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ ഭഗവത് ധാമത്തിലേക്ക് പോകുമെന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഭക്തിയുത സേവനം ചെയ്യുമ്പോൾ നിരന്തരം ഭഗവാനുമായിട്ട് നമ്മൾ സമ്പർക്കത്തിലാകുന്നു. അതിനെയാണ് ഭക്തി യോഗ എന്ന് പറയുക. ഭക്തി യോഗ എന്ന് പറഞ്ഞാൽ കണക്ഷൻ വിത്ത് ലോഡ്. അപ്പോൾ നമ്മൾ ദിവസവും ഭഗവാനുമായിട്ട് ഇങ്ങനെ യോഗം ചേരുമ്പോൾ അവസാന നിമിഷത്തിൽ, അതായത് നമ്മുടെ ഈ ജന്മത്തിനൊടുവിൽ ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് തന്നെയാണ് ഉത്തമ ഉദാഹരണമായിട്ട് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അടുത്ത സെന്റൻസിൽ പറയുന്നു, ശ്രീ നാരദൻ ശ്രീ വ്യാസദേവനെ പരമദിവ്യോത്തമ പുരുഷനിലും അദ്ദേഹത്തിന്റെ അതീന്ദ്രിയ കർമ്മങ്ങളിലും നിമഗ്നനാകാൻ ഉപദേശിച്ചു. പരമദർശനമില്ലായകയാൽ ബ്രഹ്മ തേജസ്സിനെ ശ്രീല വ്യാസദേവൻ
ശ്രദ്ധ അർഹിക്കുന്ന ഒന്നായി പരിഗണിച്ചില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞത് ഭഗവാന്റെ ദർശനം ലഭിച്ച മാത്രയിൽ വ്യാസദേവന് മനസ്സിലായി ആ ബ്രഹ്മ ജ്യോതിസിനെ അല്ല വർഷിപ്പ് ചെയ്യേണ്ടത്, സാക്ഷാൽ ശ്യാമസുന്ദര രൂപത്തിനെയാണ് നമ്മൾ വർഷിപ്പ് ചെയ്യേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ശ്യാമസുന്ദര രൂപത്തിൽ ഭഗവാനെ വർഷിപ്പ് ചെയ്യണമെങ്കിൽ ഭഗവത്ഗീതയിൽ പറഞ്ഞ ശ്ലോകമാണ് വാസുദേവ സർവമിതി സ മഹാത്മാസു ദുർലഭ. അതായത് അങ്ങനെ വാസുദേവനാണ് എല്ലാത്തിൻ്റെയും കാരണക്കാരൻ, എല്ലാ സൃഷ്ടിയുടെയും നിലനിൽപ്പിന്റെയും സംഹാരകന്റെയും ഒക്കെ കാരണക്കാരൻ സാക്ഷാൽ വസുദേവ കൃഷ്ണനാണ് എന്ന് തിരിച്ചറിയുന്ന മഹാത്മാക്കള് വളരെ ദുർലഭമാണ് എന്നാണ് ഭഗവത്ഗീതയിൽ പറഞ്ഞത്. സ മഹാത്മാസു ദുർലഭ, വാസുദേവ സർവമിതി സ മഹാത്മാസു ദുർലഭ എന്നതിന്റെ അർത്ഥം അതാണ് ഇവിടെ. അത് തന്നെയാണ് ഉപനിഷത്തിലും സ്ഥിരീകരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. അതായത് പരമദിവ്യോത്തമ പുരുഷനായ വാസുദേവൻ അവ്യക്തിഗത ബ്രഹ്മന്റെ ഹിരൺമയ പാത്രേണ എന്ന് പറഞ്ഞാല്, ഹിരൺമയ പാത്രേണ എന്ന് പറഞ്ഞാല് നമ്മുടെ സ്വർണം എങ്ങനെയാ അതീവ തേജസ്സും തിളക്കവും ഉള്ളതാണ്. പക്ഷെ അത് കരി പിടിച്ച് അല്ലെങ്കിൽ മൂടപ്പെട്ട് കിടക്കുവാണെങ്കിൽ അതിന്റെ തിളക്കം നമുക്ക് പുറമേ കാണാൻ പറ്റില്ല. അത് ക്ലീൻ ആക്കി എടുക്കുമ്പോൾ മാത്രമാണ് ആ സ്വർണത്തിന്റെ തേജസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഭഗവാന്റെ തേജസ് അല്ലെങ്കിൽ ഭഗവാന്റെ സാമീപ്യം തിരിച്ചറിയണമെങ്കിൽ ഭഗവാന്റെ കൃപ തന്നെ വേണം. ഭഗവാന്റെ കൃപയാൽ മാത്രമേ ആ മൂടുപടം നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കൂ എന്ന് ആചാര്യന്മാർ പറയുന്നത്. അങ്ങനെ ജപിച്ച് ഹൃദയ മാലിന്യം നീക്കപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഭഗവാനെ അന്തരംഗത്തിൽ കാണാൻ സാധിക്കൂ. നാരദ മഹർഷി ആ കുട്ടിയായിരുന്ന സമയത്ത് ഭഗവാനിൽ നിരന്തരം മെഡിറ്റേറ്റ് ചെയ്തതുകൊണ്ടാണ് ആ കുട്ടിക്ക് സ്വന്തം ഹൃദയ അന്തർഭാഗത്ത് ഭഗവാനെ ദർശിക്കാൻ സാധിക്കുകയും അതേപോലെ കൺമുന്നിൽ ഫേസ് ടു ഫേസ് കാണാനും സാധിച്ചത്. അതേ അവസ്ഥ ഏതൊരു മനുഷ്യനും സാധ്യമാകും എന്നതാണ് ഇവിടെ വീണ്ടും സൂചിപ്പിക്കുന്നത്. അടുത്തത് നോക്കാം. ഇവിടെ പുരുഷൻ അഥവാ വ്യക്തി എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു ഭഗവാനെ. അതായത് പേഴ്സണൽ ഫോം ഉണ്ട് എന്ന് എടുത്തെടുത്ത് പറയാണ്. അതും ശ്യാമസുന്ദര രൂപം. വസുദേവ കൃഷ്ണന് ശ്യാമസുന്ദര രൂപവും എന്നാൽ വൈകുണ്ഠനാഥനായ ശ്രീ വിഷ്ണുവിന് 4 ഹാൻഡഡ് ഫോമുമാണ്. അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയാനാണ് നാരദ മഹർഷി ആ ചതുർവ്യൂഹ എല്ലാം എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു തന്നത്. ആ എക്സ്പാൻഷൻസ്, വിസ്തരണങ്ങളും അവതാരങ്ങളും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഭഗവാന്റെ ആ പേഴ്സണൽ രൂപവും സച്ചിദാനന്ദ വിഗ്രഹനായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ സുപ്രീമസിയും മനസ്സിലാക്കാൻ സാധിക്കുക. ഇതെല്ലാം ഞാൻ വളരെ വ്യക്തമായിട്ട് പല വീഡിയോകളിലും പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാവുന്ന കാര്യമാണെന്ന് മനസ്സിലാകുന്നു. അടുത്ത, നിരവധി വേദ സാഹിത്യങ്ങളിൽ പരമദിവ്യോത്തമ പുരുഷനെ നിരപേക്ഷനായി നിർദ്ദേശിച്ചിരിക്കുന്നുവെങ്കിലും ഭഗവത്ഗീതയിൽ പുരുഷനെ അനശ്വരനും യഥാർത്ഥ വ്യക്തിയുമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതായത് വേദസാഹിത്യങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വേദങ്ങൾ തന്നെ, ഒന്നാമത് വേദങ്ങൾ, പിന്നെ അതിന്റെ സബ് ഡിവിഷനായ ഉപനിഷത്തുകൾ. ശരിക്കും ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ സബ് ഡിവിഷനാണ്. അതായത് വേദങ്ങളിൽ ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്, കർമ്മകാണ്ഡയിൽ പറയുന്ന 33 കോടി ദേവി ദേവന്മാരുടെ വർഷിപ്പ് പ്രീതിപ്പെടുത്തുന്നത് എങ്ങനെ, അവരെ പ്രീതിപ്പെടുത്തിയാൽ എന്തെല്ലാം മെറ്റീരിയൽ ഓപ്പുലൻസ് നേടാൻ സാധിക്കും എന്നതിനെ പറ്റി വിവരിച്ചിരിക്കുന്നു. അതിനെയെല്ലാം ഓരോ സെപ്പറേറ്റ് ദേവന്മാർക്കുള്ള സെപ്പറേറ്റ് പൂജാവിധിയും മന്ത്രങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്നതാണ് ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. അതിൽ 108 ഉപനിഷത്തുകളാണ് ഭഗവാനെ പറ്റി മാത്രം പറയുന്നത്. ബാക്കി കോടിക്കണക്കിനുള്ള ഉപനിഷത്തുകളെല്ലാം ബാക്കി ഉപദേവതമാരെ പറ്റിയാണ് പറയുന്നത്. അതുകൊണ്ടാണ് പൊതുജനങ്ങൾ പൊതുവെ ആ കൂടുതൽ പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ പിന്നാലെ പായുന്നത്. വെറും 108 ഉപനിഷത്തുകളിൽ മാത്രമാണ് ഭഗവാനെ കുറച്ചെങ്കിലും ഗ്ലോറിഫൈ ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ഭഗവാനെ പിന്നെ നിരപേക്ഷൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. നിരപേക്ഷൻ എന്ന് പറഞ്ഞാൽ ഭഗവാന് രൂപമില്ല എന്ന് ആ ജ്ഞാനകാണ്ഡ പോർഷനിലെ, വേദങ്ങളുടെ ജ്ഞാനകാണ്ഡ പോർഷനിലെ ആദ്യത്തിൽ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരിക്കുന്നു. ഞാൻ സർവ്വവ്യാപിയായിരിക്കുന്ന ഈശ്വരനായ ഞാൻ അരൂപിയാണ് എന്ന് പറയുന്നുണ്ട്. അതായത് ഐ ആം പെർവേഡിങ് എവരിവെയർ ബട്ട് ഐ ഹാവ് നോ ഫോം എന്നവിടെ എടുത്ത് പറയുന്നുണ്ട്. ആ നോ ഫോം എന്ന് ഉദ്ദേശിച്ചത് ശരീരമില്ല എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ശരീരമില്ല എന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ആ നോളജ് നമ്മുടെ ആചാര്യന്മാരുടെ ഹൃദയങ്ങളിൽ മാത്രമാണ് ഉള്ളത്. അത് പകർന്നു തരുമ്പോഴാണ് നമുക്കും മനസ്സിലാകുന്നത് ഭഗവാന്റെ ശരീരം അതീന്ദ്രിയമാണെന്ന്. അങ്ങനെയുള്ള അതീന്ദ്രിയമായിട്ടുള്ള ശ്യാമസുന്ദര രൂപത്തിലോ 4 ഹാൻഡഡ് ഫോമിലോ ഒരു ഭക്തി യോഗിക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ജീവിക്കാം, അല്ലെങ്കിൽ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടാം എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ഭഗവാനെ യഥാർത്ഥ വ്യക്തിയായിട്ട് പേഴ്സണൽ ഫോം തന്നെയാണ്
പറയുന്നത് എന്ന് പറയുന്നു. പരമപുരുഷന് അനേക വിധമായ ശക്തികളുണ്ട്. അടുത്ത പറയുന്നത് ശക്തി വിശേഷങ്ങളെ പറ്റിയാണ്. ഭഗവാന് ഇന്യൂമറബിൾ ശക്തിയുണ്ട്, വളരെയധികം ശക്തിയുണ്ട്. ഈ ശക്തിയെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആചാര്യന്മാര് 3 തരത്തിൽ ക്ലാസിഫൈ ചെയ്ത് പറഞ്ഞു തന്നിരിക്കുന്നു. ഒന്നാമത്തത് അന്തരംഗ ശക്തി, രണ്ടാമത്തത് ബഹിരംഗ ശക്തി, മൂന്നാമത്തത് തടസ്ഥ ശക്തി. ഈ അന്തരംഗ ശക്തി എന്ന് പറയുന്നതാണ് സച്ചിത് ആനന്ദ വിഗ്രഹ എന്ന് പറയുന്നത് അന്തരംഗ ശക്തിയാണ്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു, അതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. അത് കഴിഞ്ഞ് ബഹിരംഗ ശക്തി എന്ന് പറയുന്നതാണ് 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഭൗതിക ലോകത്തിലെ സൃഷ്ടികർമ്മങ്ങളെല്ലാം നടക്കുന്നത്. ഈ 3 ഗുണങ്ങളിൽ നിന്നാണ് 24 എലമെന്റ്സ് എല്ലാം ഡെവലപ്പ് ആകുന്നത്. അത് വെച്ചിട്ടാണ് സെക്കൻഡറി ക്രിയേഷൻ ബ്രഹ്മാജി ചെയ്യുന്നത്, വിസർഗ സൃഷ്ടി എന്ന് പറയും. ആ വിസർഗ സൃഷ്ടിയിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന നമ്മുടെ എല്ലാത്തിൻ്റെയും സോഴ്സിനെയാണ് ബഹിരംഗ ശക്തി എന്ന് പറയുന്നത്. പിന്നെ ജീവാത്മാക്കളായ നമ്മളും ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസലാണ്. മമേവാംശ ജീവലോക ജീവഭൂത സനാതന എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നു. ആ പറഞ്ഞിരിക്കുന്നതിന്റെ പൊരുള് ഭഗവാന്റെ തന്നെ ചെറിയൊരു അംശമായ ജീവാത്മാക്കളായ നമ്മള് ഈ ബഹിരംഗ ശക്തിയെക്കാളും ഉത്കൃഷ്ടരാണ്, ശ്രേഷ്ഠരാണ്. എന്തെന്ന് വെച്ചാല് ബഹിരംഗ ശക്തി എന്ന് പറയുന്നത് കുറച്ച് താഴ്ന്ന ലെവലിലുള്ള ശക്തിയും, എന്നാൽ ഇടയ്ക്കുള്ള അന്തരംഗ ശക്തിക്കും ബഹിരംഗ ശക്തിക്കും ഇടയ്ക്കുള്ള തടസ്ഥ ശക്തിയായിട്ടുള്ള ജീവാത്മാക്കള് ബഹിരംഗ ശക്തിയേക്കാൾ കുറച്ച് ശ്രേഷ്ഠരാണ് എന്നുമാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഈ ബഹിരംഗ ശക്തിയെ അന്ധകാരം അല്ലെങ്കിൽ മായയോടാണ് ഉപമിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാല് ഭഗവാന്റെ ശ്യാമസുന്ദര രൂപത്തിന്റെ ബാക്ക് സൈഡ്, പുറകുവശമാണ് ഈ അന്ധകാരം. ഫ്രണ്ട് സൈഡ് ഹൈലി എഫുൾജൻസും ബാക്ക് സൈഡ് അന്ധകാരം നിറഞ്ഞതുമാണ്. ആ ബാക്ക് സൈഡാണ് ബഹിരംഗ ശക്തിയായിട്ട് അല്ലെങ്കിൽ ദുർഗാദേവിയായിട്ട് അല്ലെങ്കിൽ മായയായിട്ട് അല്ലെങ്കിൽ ഈ ഭൗതിക പ്രപഞ്ചമായിട്ട് മാറുന്നത്. എന്നാൽ മുൻവശമുള്ള ഭഗവാന്റെ എഫുൾജൻസ് നിറഞ്ഞ ആ ശരീരകാന്തി ആണ് ഭഗവാന്റെ അന്തരംഗ ശക്തി. അതാണ് യോഗമായ എന്നൊക്കെ പറയുന്നത്. സച്ചിത് ആനന്ദ വിഗ്രഹ, സത്ത് പ്ലസ് ചിത്ത് പ്ലസ് ആനന്ദ എന്ന് പറയുന്നത് അന്തരംഗ ശക്തിയാണ്. ഇപ്പോൾ നമുക്ക് തടസ്ഥ ശക്തി, ആ അന്തരംഗ ശക്തിയുടെയും ബഹിരംഗ ശക്തിയുടെയും ഇടയ്ക്ക് നിൽക്കുന്ന തടസ്ഥ ശക്തിക്ക് ഒരു കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ അപ്പുറത്തേക്ക് വേണമെങ്കിലും വീഴാം, ഇപ്പുറത്തേക്ക് വേണമെങ്കിലും വീഴാം. അതിനുള്ളൊരു ഫ്രീ വില്ല് ഓരോ ജീവാത്മാക്കൾക്കും ഭഗവാൻ തന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അന്ധകാരത്തെയും പ്രാപിക്കാം, പ്രകാശത്തെയും പ്രാപിക്കാം. ഏത് വേണം എന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാമെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ അന്ധകാരത്തിലേക്ക് പോകുന്നവരാണ് ഭയങ്കരമായിട്ട് മെറ്റീരിയലിസ്റ്റുകളായിട്ട് മെറ്റീരിയൽ അറ്റാച്ച്മെന്റിലേക്ക് പോകുന്നത്. എന്നാൽ പ്രദീപ്തി അല്ലെങ്കിൽ പ്രകാശത്തിലേക്ക് പോകുന്നവരാണ് ആത്മാരാമന്മാർ എന്ന് അറിയപ്പെടുന്നത്. ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ തന്നെ സന്തോഷം അനുഭവിക്കാൻ അറിയുന്നവരെയാണ് ആത്മാരാമൻ എന്ന് പറയുന്നത്. അങ്ങനെയുള്ളവരെ ഈ മായ പിടികൂടില്ല എന്ന് പറയുന്നു. അതായത് മായ എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഈ ഓരോ അട്രാക്ഷനും നമ്മളെ ബാധിക്കില്ല. നമ്മൾ എത്രയൊക്കെ കണ്ടാലും പ്രലോഭിപ്പിച്ചാലും സിനിമ കാണാൻ എത്ര പേര് നിർബന്ധിച്ചാലും നമുക്ക് പോകാൻ താല്പര്യം ഉണ്ടാവില്ല. വെറുതെ സമയം പാഴാക്കലാണെന്ന് ചുരുക്കം. കയ്യിലിരിക്കുന്ന പൈസയും കൊടുത്ത് 2-3 മണിക്കൂർ കൊതുകടിയും കൊണ്ട് അതിനകത്ത് പോയിരുന്ന് സിനിമ കണ്ട് കുറെ ഹാന്ന് ആക്കിയിട്ട് തിരിച്ചു വന്നിട്ട് എന്ത് ഗുണം, എന്ത് ശ്രേഷ്ഠതയാണ് അതിലുള്ളത്? അതേസമയം ആ സമയം നമ്മൾ ഭഗവാന്റെ ഗ്ലോറിഫിക്കേഷനിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുകയോ ചെയ്താൽ ലഭിക്കുന്ന ആത്മീയ ആനന്ദം അത് മറ്റൊരാൾക്കും പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അവനവൻ തന്നെ അനുഭവിച്ചറിയുന്ന സന്തോഷമാണ് ആത്മ ആനന്ദം എന്ന് പറയുന്നത്. അതിലെത്തുവാനാണ് ഓരോ ഭക്തന്മാരും ശ്രമിക്കേണ്ടത് എന്ന് സാരം. അതിന് വേറൊന്നും വേണ്ട, പരിശുദ്ധമായ ഭക്തി മാത്രം, ഭഗവാനെ പരിപൂർണമായിട്ടും വിശ്വസിക്കുക, അത് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഹരിബോൽ ഹരേ കൃഷ്ണ. അങ്ങനെ അവ്യക്തഗത ബ്രഹ്മ തേജസ് പോലും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനിൽ നിന്ന് വരുന്നതാണ് എന്ന് വ്യാസദേവൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ വ്യാസദേവൻ തന്നെയാണ് ജ്ഞാനകാണ്ഡയിൽ പറഞ്ഞിരിക്കുന്നത്. ആ പ്രകാശം തന്നെയാണ് അൾട്ടിമേറ്റ് നിങ്ങളുടെ എയിം. അങ്ങനെ ജ്ഞാനികള് സായുജ്യം അടയാൻ അല്ലെങ്കിൽ കൈവല്യ മോക്ഷം അടയാൻ ആഗ്രഹിക്കുന്നത് ആ പ്രകാശത്തിൽ ലയിക്കാനാണ്. പക്ഷെ അത് എത്രയോ നിസ്സാരമാണ് എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഹരിബോൽ ഹരേ കൃഷ്ണ. ശ്ലോകം 5 കടക്കാം. സമയമുണ്ട് എന്ന് വിചാരിക്കുന്നു. സമയമുണ്ട് അല്ലേ? കുറച്ചുകൂടെ ഒരു 10 മിനിറ്റ് കൂടെ നമുക്ക് നോക്കാം. ശ്ലോകം 5 ഭഗവത്ഗീത ശ്രീമദ് ഭാഗവതം 7-ാം അധ്യായം ശ്ലോകം 5. യയാ സമ്മോഹിതോ ജീവ ആത്മാനം ത്രിഗുണാത്മകം പരോ അഭിമനുതേ അനർത്ഥം തൽകൃതം ചാഭിപദ്യതേ
അതായത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീന്ദ്രമാണെങ്കിൽ തന്നെയും ഈ ബഹിരംഗ ശക്തി നിമിത്തം ജീവസത്തകൾ സ്വയം ഭൗതികതയുടെ ഉൽപ്പന്നങ്ങളാണെന്ന് ധരിക്കുകയും അപ്രകാരം ഭൗതിക ക്ലേശങ്ങളുടെ പ്രത്യാഘാതങ്ങൾക്ക് വിധേയരാവുകയും ചെയ്യുന്നു. അപ്പൊ നമ്മള് ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതീന്ദ്രിയ അവസ്ഥയിലുള്ളവരാണ്. ഈ ജീവാത്മാക്കളെല്ലാം ഭഗവാന്റെ പാർട്ട് ആൻഡ് പാർസൽ ആയതിനാൽ നമ്മുടെ ആത്മാവെന്ന് പറയുന്ന ഭഗവാന്റെ അംശമാകയാൽ നമ്മൾ അതീന്ദ്രരാണ്. പക്ഷെ ഈ ബഹിരംഗ ശക്തിയായ ഭൗതികത അല്ലെങ്കിൽ മായയുടെ ഈ ത്രിഗുണങ്ങളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മളും ഇതാണെന്ന് സ്വയം വിചാരിക്കുന്നു അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കുന്നു എന്ന് പറയുന്നു. അതായത് ഈ ഭൗതികതയുടെ തന്നെ ഒരു അംശമാണ് നമ്മളെന്ന് വിചാരിച്ചു പോകുന്നു. ശരിക്കും നമ്മുടെ ഈ ശരീരം ഭൗതികതയുടെ അംശമാണെങ്കിലും ആത്മാവ് ഭൗതികതയുടെ അംശമല്ല, ഭഗവാന്റെ അംശമാണ്. അത് അതീന്ദ്രിയയുടെ അംശമാണ്. അത് മനസ്സിലാക്കുന്നില്ല, തെറ്റിദ്ധരിക്കപ്പെടുന്നു. നമ്മൾ ഈ ഭൗതികതയുടെ അവശിഷ്ടമാണെന്ന് വിചാരിക്കുന്നു എന്ന് സാരം. ശരിക്കും ഇതിനൊരു എക്സാമ്പിൾ പ്രഭുപാദ് പറയുന്നത്, ഈ തേളുണ്ടല്ലോ, തേള് കൂന കൂട്ടിയിരിക്കുന്ന നെൽ കൂമ്പാരത്തിന്റെ ഇടയിൽ പോയി മുട്ടയിടും. കുറെ നാൾ കഴിയുമ്പോൾ ആ മുട്ടയെല്ലാം വിരിഞ്ഞിട്ട് നെല്ലിന്റെ കൂമ്പാരത്തിൽ നിന്ന് മുട്ടകൾ വിരിഞ്ഞ് തേള് കുഞ്ഞുങ്ങൾ പുറത്തു വരും. അപ്പൊ എല്ലാരും പറയും, ആ നെല്ലിൽ നിന്ന് തേളുണ്ടായിന്ന്, നെല്ലിൽ നിന്നാണ് തേളുണ്ടായതെന്ന് പറയും. പക്ഷെ അത് എത്ര ശുദ്ധ അബദ്ധമാണെന്നുള്ളത് അറിവുള്ളവർക്കേ മനസ്സിലാവുള്ളൂ. അതുപോലെയാണ് ഈ ഭൗതികതയിൽപ്പെട്ട് ജീവിക്കുന്ന നമ്മൾ ഈ ഭൗതികതയുടെ ഉൽപ്പന്നങ്ങളാണെന്ന് പറയുന്നത്. എപ്രകാരമാണോ നെൽക്കൂമ്പാരത്തിൽ നിന്ന് തേൾക്കുഞ്ഞുങ്ങൾ വന്നത്, ശരിക്കും തേളിന്റെ മുട്ടയിൽ നിന്നാണ് ആ കുഞ്ഞുങ്ങൾ വന്നത്, അത് നമുക്കറിയില്ല. അതുപോലെ ഭഗവാനിൽ നിന്നാണ് നമ്മൾ വന്നത്, അത് നമുക്കറിയില്ല. പക്ഷെ നമ്മൾ പറയുന്നു നമ്മൾ ഭൗതിക പ്രകൃതിയുടെ ഉൽപ്പന്നങ്ങളാണെന്ന്. അതാണ് ഇവിടെ ഈ ശ്ലോകത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഭാവാർത്ഥം ആര് വായിക്കും? ഹരി പറഞ്ഞിരിക്കുന്ന ശരിക്കും ഈ പർപ്പട്ടിലൂടെയാണ് ശ്രീല പ്രഭുപാദ് നമുക്ക് മേഴ്സി തരുന്നത്. അതായത് അദ്ദേഹം എല്ലാം ക്ലിയറായിട്ട് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. അല്ലാതെ ശ്ലോകം വായിച്ചു അതിന്റെ വിവർത്തനം മാത്രം 2 ലൈനിൽ പറഞ്ഞു പോയാൽ നമുക്കൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അത് ഡീറ്റെയിൽ ആയിട്ട് ഭാവാർത്ഥത്തിലേക്ക് നമുക്ക് പറഞ്ഞു തരികയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളും അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയാൽ ശ്രീമദ് ഭാഗവതത്തിന്റെ അന്തസത്ത എന്താണെന്ന് നമുക്കും മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇവിടെ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ വേദങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് കമന്ററി ആയിട്ടാണ് ഭാഗവതം എഴുതിയതെന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം നമ്മൾ വേദങ്ങളെല്ലാം പഠിച്ചു വന്നാലും അതുകൊണ്ട് യാതൊരു യൂസ് ഇല്ല. എന്നാൽ ഭാഗവതത്തിലൂടെ നമ്മൾ പഠിച്ചു മുന്നേറിയാൽ അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അതായത് ഈ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നെല്ലാം വേർപെട്ട് നമുക്ക് അതീന്ദ്രിയ ധാമത്തിൽ പെർമനന്റ് ഹാപ്പിനെസ് അനുഭവിക്കാനുള്ള ചാൻസ് കിട്ടും, മോക്ഷമാർഗം തെളിഞ്ഞു കിട്ടും. അതാണ് നമുക്ക് ഭാഗവതത്തിലൂടെ നേടാൻ സാധിക്കുക. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ ലാസ്റ്റ് പറഞ്ഞിട്ട് പോയി, സർവധർമാൻ പരിത്യേജ്യ മാമേകം ശരണം വ്രജാന്ന്. അത് ഏത് ധർമ്മം ത്യജിക്കാൻ പറഞ്ഞത്? ധർമ്മ അർത്ഥ കാമ മോക്ഷ, വേദങ്ങളിലൂടെയുള്ള 4 പുരുഷാർത്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ധർമ്മം ഉപേക്ഷിക്കൂ. എന്നാൽ ഭാഗവതത്തിൽ പറയുന്ന ധർമ്മം മാമേകം ശരണം വ്രജ, എന്നെ മാത്രം ആശ്രയിക്കൂ, സറണ്ടർ ആകൂ എന്നാണ് അവിടെ ഭഗവാൻ പറഞ്ഞത്. മാമേകം എന്ന് പറഞ്ഞാൽ എങ്ങനെ നമുക്ക് ഭഗവാനെ സറണ്ടർ ചെയ്യാൻ പറ്റും, എങ്ങനെ ഭഗവാനെ സേവ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഭഗവാനെ അറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് യോഗം ചേരാൻ പറ്റും. അതാണ് ഈ ഭക്തിയോഗ അല്ലെങ്കിൽ ഭക്തിയുത സേവനം നമുക്ക് ആചാര്യന്മാര് പറഞ്ഞു തരുന്നത്. അതിനുള്ള വഴിയാണ് ശ്രീല പ്രഭുപാദ് ഇവിടെ പറഞ്ഞു തരികയാണ്. എല്ലാ ജീവാത്മാക്കളുടെയും ദുരിതങ്ങൾക്കുള്ള ആദ്യത്തെ കാരണം നമ്മൾ ഇതൊന്നും അറിയാത്തതാണ് എന്ന് പറയുന്നു. ഫസ്റ്റ് നമുക്കറിയില്ല, നമ്മൾ ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ പ്രോഡക്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ പ്രോഡക്റ്റ് ഭഗവാന്റെ തന്നെ അംശമാണ് നമ്മളെന്ന് തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിയുമ്പോൾ ഈ ഭൗതിക മാലിന്യങ്ങളിൽ നിന്ന് നമുക്ക് ഒരു 90% വിടുതൽ കിട്ടിയില്ലെങ്കിൽ പോലും ഗ്രാജ്വലി നമുക്ക് വിടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ സാധിക്കും. എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം തിരിച്ചറിയാണ് നമ്മുടെ മൂലസ്വരൂപത്തെ, നമുക്കുള്ള യഥാർത്ഥ ആ പൊസിഷൻ എന്താണെന്ന് തിരിച്ചറിയുമ്പോൾ തന്നെ നമ്മളിപ്പോ ഇവിടെ അന്യരാണ് എന്നൊരു ബോധ്യം നമുക്കുണ്ടാവും. എപ്രകാരം എന്ന് ചോദിച്ചാൽ, ജയിലിൽ അടയ്ക്കപ്പെട്ട കുറ്റവാളികളെ പോലെ. ജയിൽ അവരുടെ പെർമനന്റ് വാസസ്ഥാനമല്ല. അവര് ചെയ്ത കുറ്റത്തിന് റിലീവ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും അവർക്ക് ഒരു റീതിങ്കിങ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അവർ ജയിലിൽ കൊണ്ടിട്ടത്. അതുപോലെ ഭഗവാന്റെ അംശമായ നമ്മള്, ഭഗവാന്റെ ധാമത്തിൽ ഉണ്ടായിരുന്ന നമ്മള് ഒന്ന് റീതിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭൗതിക ലോകത്ത് വന്നു പെട്ടത്. പക്ഷെ വന്നു പെട്ടപ്പോൾ നേരത്തെ പന്നിയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മൾ ഈ അമേദ്യത്തിലാണ് കിടന്ന് കളിക്കുന്നതെങ്കിൽ പോലും ഇതാണ് സ്വർഗം എന്ന് ചിന്തിച്ചു പോകുന്നു. അത് നമ്മുടെ അജ്ഞതയാണ്, അന്ധകാരമാണ്. ആ അന്ധകാരത്തിലാണ് നമ്മുടെ ആത്മീയ ആചാര്യന്മാർ അജ്ഞാന തിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലാകയ,
അങ്ങനെ ജ്ഞാനത്തിന്റെ ശലാക കൊണ്ട് നമുക്ക് കണ്ണെഴുതി തരുമ്പോൾ, കണ്ണ് തുറക്കുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ ഇത്രയും നാൾ അമേദ്യത്തിലാണ് കിടക്കുന്നത്. ഇവിടെ നിന്ന് കര കയറിയെങ്കിൽ മാത്രമേ നമുക്ക് പെർമനന്റ് ആയിട്ടുള്ള ശുദ്ധമായിട്ടുള്ള ആ ഹാപ്പിനെസ് അനുഭവിക്കാൻ സാധിക്കൂ. ഈ ഭൗതിക ലോകം ദുഃഖാലയം അശാശ്വതമാണ്. ഭൗതിക ലോകത്തിലുള്ള ത്രിവിധ ക്ലേശങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് ഒരിക്കലും സാധിക്കില്ല. ഇവിടെ നിന്ന് തീർച്ചയായിട്ടും വിടുതൽ നേടി അതീന്ദ്രിയ ധാമത്തിൽ എത്തിയാൽ മാത്രമേ നമുക്ക് പരിശുദ്ധമായിട്ടുള്ള ആ സ്നേഹം അല്ലെങ്കിൽ ആത്മീയ ആനന്ദം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കൂ എന്ന് തന്നെയാണ് ഊന്നി പറഞ്ഞു തരുന്നത്. അതിന് ആദ്യം വേണ്ടത് ഭഗവാന്റെ പൊസിഷൻ നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ എന്ന് പറയുന്നത് സത്ത് ചിത്ത് ആനന്ദ വിഗ്രഹനായിട്ടുള്ള സാക്ഷാൽ ഭഗവാനാണ്. ആ ഭഗവാന്റെ പേഴ്സണൽ ഫോമിൽ വർഷിപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തിയോഗ എന്ന് പറയുന്നത്. ആ ഭഗവാനെ എപ്രകാരം നമ്മൾ വർഷിപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഓരോ ആചാര്യന്മാരും ആത്മീയ ആചാര്യന്മാരും നമുക്ക് ഉപദേശിച്ച് തരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റിനും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയും പല ഭാഗത്തും ധാരാളം ഗുരുക്കന്മാരെ കാണാം. ആ ഗുരു ആരും തന്നെ നമുക്ക് പെർമനന്റ് മോക്ഷം പ്രദാനം ചെയ്യുന്നില്ല. അതിന്റെ കാരണം അവർക്ക് തന്നെ അറിയില്ല എപ്രകാരം നമ്മളെ മുക്തരാക്കണം എന്ന്. യഥാർത്ഥ ആത്മീയ ആചാര്യന് മാത്രമേ നമുക്ക് പെർമനന്റ് മോക്ഷം നൽകാൻ സാധിക്കൂ. അങ്ങനെയുള്ള ഒരു ആചാര്യനെ തേടിപ്പിടിക്കലാണ് ഒരു ഉത്തമനായ വ്യക്തിയുടെ കടമ. അതാണ് വേദാന്ത സൂത്രത്തിന്റെ ആദ്യത്തെ ലൈനില് അതാതോ ബ്രഹ്മ ജിജ്ഞാസ എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് വ്യാസദേവൻ. അതാതോ ബ്രഹ്മ ജിജ്ഞാസ എന്ന് പറയുന്നത് യഥാർത്ഥ ബ്രഹ്മത്തെ തിരിച്ചറിയാൻ നമ്മൾ ജിജ്ഞാസുക്കളായിരിക്കണം. അങ്ങനെ ഒരു ജിജ്ഞാസുവിന് മാത്രമേ യഥാർത്ഥ ആത്മീയ ആചാര്യനെ കണ്ടെത്താൻ സാധിക്കൂ. അങ്ങനെ ആത്മീയ ആചാര്യനിലൂടെ യഥാർത്ഥ പരമ ദിവ്യോത്തമ പുരുഷനെ മനസ്സിലാക്കാൻ സാധിക്കൂ. ആ ഭഗവാനിൽ നമ്മൾ സറണ്ടർ ആയിക്കൊണ്ട് ഫുള്ളി ഫെയ്ത്തോടുകൂടി നമ്മൾ ഡിവോഷണൽ സർവീസിൽ ഏർപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയ ആനന്ദം അനുഭവിച്ചു തുടങ്ങുകയുള്ളൂ. അങ്ങനെ ആത്മീയ ആനന്ദം അനുഭവിച്ച് നമ്മൾ മൂർധന്യത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് ആത്മീയ ധാമം പോകാൻ സാധിക്കുക. ആ പ്രോസസ്സാണ് വളരെ സിമ്പിളായിട്ട് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹരിബോൽ, ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരിബോൽ. മാതാജി ക്ലിയർ ആയിട്ട് ആ പാരഗ്രാഫിൽ വായിച്ചത് എന്തെന്നാല് ഭാഗവതത്തില് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഭഗവാന്റെ അന്തരംഗ ശക്തിയും ബഹിരംഗ ശക്തിയും തടസ്ഥ ശക്തിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്താണ് വ്യത്യാസം? അന്തരംഗ ശക്തി എന്ന് പറയുന്നത് ടോട്ടലി ഭഗവാനാണ്, കംപ്ലീറ്റ് ഭഗവാനാണ്. സത്ത് ചിത്ത് ആനന്ദ അത് മൂന്നും കൂടിച്ചേർന്ന വിഗ്രഹ എന്ന് പറഞ്ഞാൽ രൂപം എന്നർത്ഥം. ആ ശ്യാമസുന്ദര രൂപം വസുദേവ കൃഷ്ണൻ അദ്ദേഹമാണ് ആദ്യത്തെ അന്തരംഗ ശക്തി. അദ്ദേഹത്തിന്റെ ബഹിരംഗ ശക്തിയാണ് ഈ ഭൗതിക പ്രപഞ്ചം. അതായത് ഒരു സൂര്യനെ നമ്മൾ സങ്കല്പിക്കൂ. സൂര്യൻ എന്ന് പറയുന്നത് കത്തി ഉരുകി ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഗോളം, അതാണ് സാക്ഷാൽ ഭഗവാൻ എന്ന് വിചാരിക്കുക. ആ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളാണ് ഭൂമിയിൽ വന്ന് പതിക്കുന്ന ആ രശ്മികളാണ് ഭൗതിക പ്രപഞ്ചം എന്ന് വിചാരിക്കുക. ഇവിടെ ഭൂമിയിൽ ടച്ച് ചെയ്യുന്ന പോർഷൻ, ആ പ്രകാശം ഒരിക്കലും തിരിച്ച് സൂര്യനിലേക്ക് പോയി ചേരേണ്ടതില്ല. സൂര്യന് ആ പ്രകാശത്തിന്റെ ആവശ്യവും ഇല്ല. അപ്പോൾ തുലവും നിസ്സാരമാണ് കമ്പാരിറ്റീവ്ലി സൂര്യൻ ആ ഗ്ലോബും ഈ ചുമ്മാതെ ഭൂമിയിൽ വന്ന് പതിക്കുന്ന ആ ചെറിയ കണികളും. അപ്പോൾ അതും തമ്മിൽ കമ്പയർ ചെയ്യാനേ നമുക്ക് പറ്റില്ല. അത് അണുമാത്രനും ഇത് വിഭുമാത്രനുമായിട്ട് വിചാരിക്കാം. അതുപോലെയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. ഭഗവാൻ ആ സൂര്യഗോളമാണെങ്കിൽ ഒരു ചെറിയ രശ്മി കണം, അതാണ് ഈ ഭൗതിക പ്രപഞ്ചം. സൂര്യൻ ഒരല്പം മേഘങ്ങൾ വന്ന് മറച്ചു കഴിഞ്ഞാൽ ആ കണം അപ്രത്യക്ഷമായി. അത്ര നിലനിൽപ്പേ ഉള്ളൂ ഈ ഭൗതിക പ്രപഞ്ചത്തിന്. എന്നിട്ടാണ് നമ്മൾ വലിയ ഗമയടിക്കുന്നത് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ പ്രോഡക്റ്റാണ് നമ്മളെ കൊണ്ട് അതെല്ലാം സാധിക്കും എന്നൊക്കെ വെറുതെ വീമ്പ് വിചാരിക്കുന്നു. അതൊക്കെ ശുദ്ധ അബദ്ധം എന്നാണ് പറയുന്നത്. എന്നാൽ ആ ഭൗതിക പ്രപഞ്ചത്തെക്കാൾ ശകലമെങ്കിലും ഉത്കൃഷ്ടരാണ്, കുറച്ചെങ്കിലും ശ്രേഷ്ഠത ഉള്ളവരാണ് ജീവാത്മാക്കളായ നമ്മുടെ ആത്മസ്ഫുലിംഗം. ആ ആത്മസ്ഫുലിംഗത്തിന് ഒറിജിനൽ ഭഗവാനുമായിട്ട് കൂടിച്ചേരാൻ അല്ലെങ്കിൽ ഭഗവാന്റെ സമീപത്തേക്ക് എത്തിപ്പെടാൻ എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഈ ഭൗതികമായിട്ടുള്ള ത്രിഗുണങ്ങള് നമ്മളെ ബൈൻഡ് ചെയ്ത് വഴിഞ്ഞു മുറുക്കി കെട്ടി വച്ചേക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കാത്തത്. ആ കെട്ടഴിച്ചെങ്കിൽ മാത്രമേ ഈ 3 മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചറിൽ നിന്ന് വെളിയിൽ വന്ന് പ്യുവർ സാത്വിക് ക്വാളിറ്റിയിൽ എത്തുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യണത് ഞങ്ങൾ കുറച്ചൊക്കെ സ്വതന്ത്രരായി, ഇനി അടുത്ത് ഭഗവത് ധാമത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം തുടരണം എന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത്. അതിന് നമ്മൾ മനസ്സാ വാച കർമ്മണ, അതായത് ആഹാരം കഴിക്കുന്നത് മുതൽ നമ്മൾ ചിന്തിക്കുന്നത് മുതൽ നമ്മൾ പ്രവർത്തിക്കുന്നത് മുതൽ എല്ലാം തമോ ഗുണത്തിൽ നിന്ന് ഉണർന്ന് രജോ ഗുണത്തിലെത്തി അവിടെ നിന്നും സാത്വിക് ക്വാളിറ്റിയിലേക്ക് എത്താൻ ശ്രമിക്കണം.
അപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ വിചാരിക്കും ഇത് വളരെ ഡിഫിക്കൽട്ടാണെന്ന്. പക്ഷേ ഒരിക്കലും ഇത് ഡിഫിക്കൽട്ടായിട്ടല്ല വരുന്നത്. ശ്രീല പ്രഭുപാദ് നമുക്ക് സിംപിളസ്റ്റ് വേ വെറും ക്യാപ്സുൾ ഫോമിൽ നമുക്ക് തന്നിരിക്കുക. എന്താ വേണ്ടത്? 4 റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ഒബേ ചെയ്യുക, 16 റൗണ്ട് മിനിമം ഭഗവാന്റെ നാമം ജപിക്കുക. ബാക്കിയുള്ള സമയം മൊത്തം നമുക്ക് എന്തൊക്കെ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കളി കളിക്കാമോ കളിച്ചാലും ഈ 2 മണിക്കൂർ ഉപയോഗിച്ച് 16 റൗണ്ട് ചാണ്ടിയുന്നതിന്റെ ആ പവർ മതി നമ്മളെ എല്ലാ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നും വിടുതൽ നേടാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. സോ നമുക്ക് ഭക്തിയുത സേവനം പ്രാക്ടീസ് ചെയ്യുന്ന ഏതൊരു ഡിവോട്ടിക്കും വളരെ ഈസി ആയിട്ട് ഇത് നമുക്ക് കുറേശ്ശെ അച്ചീവ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ തന്നെ ഈ ഭൗതികമായിട്ടുള്ള ലോകത്ത് ഇരുന്നു കൊണ്ട് നമ്മൾ അതീന്ദ്രിയമായിട്ടുള്ള സേവനത്തിൽ ഏർപ്പെടുമ്പോൾ അതീന്ദ്രിയനായിട്ടുള്ള ഭഗവാൻ തീർച്ചയായിട്ടും നമ്മൾ റെസിപ്രോക്കേറ്റ് ചെയ്യും. അത് ഭഗവാൻ കാണും. നമുക്കത് തിരിച്ചറിയാനുള്ള ബുദ്ധി വിവേകം ഉണ്ടായി വരണം എന്ന് മാത്രം. ശരിക്കും ഒരു പൊട്ടനായിട്ടുള്ള ഒരാളിന്റെ അടുത്തും ഭഗവാൻ തൊട്ടടുത്തുണ്ട്. അവന്റെ ഹൃദയത്തിലും പരമാത്മ രൂപത്തിൽ ഭഗവാൻ ഉണ്ട്. പക്ഷെ ആ മന്ദബുദ്ധിയായിട്ടുള്ള അയാൾക്ക് അത് തിരിച്ചറിയാനേ സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ അതിൽ നിന്നും ശ്രേഷ്ഠരാകാൻ കാരണം നമുക്ക് ആചാര്യന്മാരുടെ ഉപദേശം ലഭിച്ചിട്ടുണ്ട്, ഈ അതീന്ദ്രിയ ജ്ഞാനം ലഭിച്ചിട്ടുണ്ട്. ആദ്യത്തെ ജ്ഞാനമായിട്ടുള്ള ഈ ഞാൻ ഈ ശരീരമല്ല ആത്മാവാണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ട്. അപ്പൊ ഈ ആത്മാവിനോടൊപ്പം ഇരിക്കുന്ന പരമാത്മ സ്വരൂപനായ ഭഗവാൻ സദാ വിറ്റ്നസ് ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ട്. അപ്പൊ നമ്മൾ വെറും പൊട്ടന്മാരെ പോലെ കളിക്കില്ല. എന്താ വിചാരിക്കുക? നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഭഗവാനെ നിലനിർത്തിക്കൊണ്ട് ചെയ്യണം. എന്ത് ആഹാരം കഴിക്കണം എന്ന് ഭഗവാൻ നിഷ്കർഷിച്ചിട്ടുണ്ട്. അത് മാത്രമേ സ്വീകരിക്കാവൂ. ജഡവസ്തുക്കൾ ആഹരിക്കരുത്. അങ്ങനെ തന്നെ നമ്മൾ ആ ജഡവസ്തുക്കളെ ഉപേക്ഷിക്കും. നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതിനെ ഉപേക്ഷിക്കാൻ പറ്റും. അതിന്റെ വളരെ രൂക്ഷ ഗന്ധങ്ങൾ മൂക്കിലടിക്കുമ്പോൾ നമുക്ക് ഓക്കാനം വരും. എന്തുകൊണ്ടാണ്? ഇത് ശരീരത്തിന് ആവശ്യമേ ഇല്ലാത്ത കാര്യമാണ്. അത് നമുക്ക് കഴിക്കേണ്ട കാര്യമേ ഇല്ല. വിശപ്പ് സഹിച്ചാലും കുഴപ്പമില്ല. അത് ആ വിശപ്പ് സഹിക്കാന്ന് പറഞ്ഞാൽ ത്യാഗ മനോഭാവമാണ്. അങ്ങനെ നമ്മൾ അതേ ഉള്ളൂ കഴിക്കാനെങ്കിൽ പോലും അത് കഴിക്കാൻ നമ്മൾ ധൈര്യപ്പെടില്ല, ഇഷ്ടപ്പെടില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ വിശപ്പ് സഹിച്ചാലും സാരമില്ല, അത് കഴിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ നമുക്ക് സ്വമേധയാ എത്താൻ പറ്റും. എങ്ങനെ? നമ്മുടെ ആ ദൃഢനിശ്ചയത്തോടെയുള്ള ചാണ്ടിങ് പ്രോപ്പറായിട്ട് വരുമ്പോൾ. അതിൽ ആദ്യമൊക്കെ അത്രയും ശുദ്ധതയോടുകൂടി നമുക്ക് ജപിക്കാൻ സാധിച്ചെന്ന് വരില്ല. അതിനെ നാമ അപരാധം എന്നാ പറയുക. നാമ അപരാധം പ്രാക്ടീസ് ചെയ്ത് നമ്മളെ നാമ അഭ്യാസത്തിലെത്തുള്ളൂ. നാമ അഭ്യാസം എന്ന് പറയുന്നത് എങ്ങനെയും 16 റൗണ്ട് തയ്ക്കണം. കുറേയൊക്കെ ചിന്തകളൊക്കെ വേറെ പോയാലും സാരമില്ല, നമ്മൾ 16 റൗണ്ട് ജപിച്ചിരിക്കും. അങ്ങനെ എത്തുമ്പോൾ നാമ അഭ്യാസമായി. അത് കഴിഞ്ഞിട്ട് നാമരുചി. ഈ 16 റൗണ്ട് ചാണ്ടിയതാലും വീണ്ടും നമ്മുടെ മനസ്സ് ആ ജപിച്ചോണ്ടേ ഇരിക്കുവാണെങ്കിൽ അത് നാമരുചി നമുക്ക് കിട്ടി എന്നാണ് സാരം. അത് അവരവർക്ക് തന്നെ അനലൈസ് ചെയ്യാം. 16 റൗണ്ട് കഴിഞ്ഞാലും വീണ്ടും നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ കൈകൾ യാന്ത്രികമായിട്ട് ഇങ്ങനെ മുത്ത് ഉരുട്ടുന്നുണ്ടാവും. ഹരേ കൃഷ്ണ മഹാമന്ത്രം മനസ്സിൽ നമ്മളിങ്ങനെ പറയുന്നുണ്ടാവും. കയ്യിൽ മാല ഉണ്ടാവില്ല, ചാണ്ടിങ് ബാഗ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ചിലപ്പോൾ വേറെ പ്രവൃത്തിയായിരിക്കും ചെയ്യുന്നത്. പക്ഷേ നാമരുചി കിട്ടുന്ന ഒരാൾക്ക് ഈ 16 റൗണ്ട് കഴിഞ്ഞാലും ആ നാമം നമ്മുടെ കൂടെ നിൽക്കും. അത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും പരീക്ഷിച്ച് നോക്കാം. എനിക്ക് തോന്നുന്നു നിങ്ങളിൽ പലർക്കും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മായാശക്തി ഭഗവാന്റെ തന്നെ ബഹിരംഗ ശക്തി ആണെങ്കിൽ പോലും അതിനെ അതിജീവിക്കാൻ ഉത്കൃഷ്ട ശക്തിയായ ജീവാത്മാവിനെ നമുക്ക് സാധിക്കും. പക്ഷെ പരിശ്രമിക്കണമെന്ന് മാത്രം. അതാണ് നിത്യ അഭ്യാസി ആനയെ എടുക്കും എന്ന് പറയുന്നത്. ഒരു ആനയെ പൊന്തിക്കാൻ പ്രത്യക്ഷത്തിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ ഡെയിലി പ്രാക്ടീസ് ചെയ്ത് വരുന്ന ഒരാൾക്ക് അത് സാധിക്കും എന്ന് തന്നെ പറയുന്നു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരിബോൽ. ഇത്രയും നേരം പറഞ്ഞു തന്നെയാണ് വളരെ ക്ലിയർ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്താ വേണ്ടത്? ഭഗവാന്റെ മായാശക്തിയുടെ നിയന്ത്രണത്തിൽ നിന്ന് വിടുതൽ നേടിക്കൊണ്ട് ഭഗവാന്റെ അന്തരംഗ ശക്തിയിലേക്ക് അടുക്കുകയാണ് വേണ്ടതെന്ന്. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കയ്യാലെ പുറത്തിരിക്കുന്ന തേങ്ങയാണ് നമ്മളെന്ന് വിചാരിച്ചാൽ ആ തേങ്ങയ്ക്ക് എവിടെ വേണമെങ്കിലും വീഴാനുള്ളൊരു ഫ്രീ വില്ല് ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് വേണം അന്തരംഗ ശക്തിയിലേക്ക് വീഴണോ ബഹിരംഗ ശക്തിയിലേക്ക് വീഴണോ എന്ന്. അപ്പോൾ എവിടേക്ക് വേണമെങ്കിലും വീഴാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അവരവർക്ക് നിശ്ചയിക്കാം എങ്ങനെയാണെന്ന്. പിന്നെ മാത്രമല്ല ഇവിടെ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നത്, ഭഗവാനും ജീവാത്മാക്കളും ഏകകാലത്ത് ഏകരും ഭിന്നരുമാകുന്നു. ഇതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന അചിന്ത്യ ഭേദ അഭേദ തത്വം. അതായത് നമ്മൾ ഭഗവാന്റെ പാർട്ട് ആൻഡ് പാഴ്സലാണ്, അത് ഏകമാണ്. എന്നാൽ നമ്മൾ അണുമാത്രനാണ്, ഭഗവാൻ വിഭുവാണ്, അത് ഭിന്നനാണ്. എന്ന് പറഞ്ഞാല് ക്വാളിറ്റി വൈസ് നമ്മൾ ഭഗവാൻ ഈക്വൽ ആണ്, പക്ഷെ ക്വാണ്ടിറ്റി വൈസ് നമ്മൾ വളരെ വ്യത്യസ്തരാണ്. അതിന് എക്സാമ്പിൾ പറയുന്നത്, കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൈക്കുമ്പിളിൽ എടുത്ത് നമ്മൾ ടേസ്റ്റ് നോക്കിയാൽ
ക്വാളിറ്റി സാൾട്ടി വാട്ടർ ആണ്. ഇതും ഉപ്പുരസാണ്, കടലിലുള്ളതും ഉപ്പുരസാണ്. രണ്ടും ഉപ്പുരസാണ്. ക്വാളിറ്റി വൈസ് ഈക്വൽ ആണ്. പക്ഷേ ഈ ഒരു തുള്ളി വെള്ളത്തിന് ഒരിക്കലും ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല ഞാൻ കടലാണെന്ന്. അതുപോലെയാണ് കടലും ഈ അണുമാത്രനായിട്ടുള്ള ഒരു ഡ്രോപ്പ് വെള്ളവും എപ്രകാരമാണോ ഭിന്നമായിരിക്കുന്നത്, അതുപോലെയാണ് ജീവാത്മാക്കളായ നമ്മളും ഭഗവാനും ഭിന്നരായിരിക്കുന്നത്. ഇതാണ് അചിന്ത്യ ഭേദ അഭേദ തത്വം. ഹരിപോലെ ഹരേ കൃഷ്ണ. ഇത് ഭാഗവതം നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മൾക്ക് ഈ സത്യങ്ങളെല്ലാം മനസ്സിലായി വരികയും അൾട്ടിമേറ്റ് ട്രൂത്തായ പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ പ്രാപിക്കുവാൻ നമ്മളെ ആചാര്യന്മാരും ഗുരുവും ഈ ഗ്രന്ഥങ്ങളും ഭാഗവതവും ഒക്കെ നമ്മളെ സഹായിക്കും. അപ്രകാരം എല്ലാവർക്കും ഭഗവാന്റെ ധാമത്തിൽ എത്താൻ ഭഗവാന്റെ കൃപയുണ്ടാവട്ടെ, ഗുരുവിന്റെ കൃപയുണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്കിവിടെ നിർത്താം. നന്ദി, നമസ്കാരം. ഹരിബോൽ ഹരേ കൃഷ്ണ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഹരേ കൃഷ്ണ. ഇനി എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്തിട്ട്